വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഒരുപാട് ആത്മസാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടതുമായ മനോഹരമായ നല്ല നിമിഷത്തെ ഓർത്ത് നിറഞ്ഞ മനസ്സോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രവർത്തനങ്ങൾക്കായി ചുക്കാൻ പിടിക്കുന്ന ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ തലമുറ പ്രിയ ജിബിനച്ചനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ, അങ്ങനെ തുടങ്ങുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാവശ്യത്തെ ആത്മീയ യോഗത്തിനകത്ത് വളരെ പ്രാർത്ഥനയോടെ, വളരെ ദൈവസാന്നിധ്യത്തോടെ കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹങ്ങളെയും സർവശക്തനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നെ ഹൃദയം തുറന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഏതൊരു മീറ്റിങ്ങിൻ്റെ പിന്നിലെ ജയമെന്ന് പറയുന്നത് ആ മീറ്റിങ്ങിനകത്ത് വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഒരു യോഗത്തിൽ ഇറങ്ങി വരുമ്പോഴാണ് ആ മീറ്റിംഗ് ജയിച്ചു എന്ന് നാം അവകാശപ്പെടുന്നത്. സ്തോത്രം. ആകയാൽ ഇന്ന് രാവിലെ മറ്റേതിനേക്കാളപ്പുറം വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം പരിശുദ്ധാത്മാവ് നമ്മുടെ യോഗത്തിനകത്ത് പകരട്ടെ എന്നതിൻ്റെ ഹൃദയം തുറന്നൊരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്നു. ഒരു പെന്തക്കോസ് സഭ ഒരാത്മീയ യോഗം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ രണ്ട് ജയങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിജയങ്ങളാണുള്ളത്. ഒന്നാമത്തെ ജയത്തിന് ഞാൻ വിളിക്കുന്ന പേര് പ്രഥമ ജയമെന്നാണ്, പ്രഥമ ജയം. എന്നാൽ രണ്ടാമത്തെ ജയത്തിന് ഞാൻ വിളിക്കുന്ന പേര് പ്രധാന ജയമെന്നാണ്. പ്രഥമ ജയമെന്ന് പറഞ്ഞാൽ ജനം കൂടുന്നതാണ്. പ്രഥമ ജയമെന്ന് പറഞ്ഞാൽ നല്ല മൈക്ക് സെറ്റാണ്. പ്രഥമ ജയമെന്ന് പറഞ്ഞാൽ ഒരുക്കിയിരിക്കുന്ന വലിയ പന്തലുകളാണ്. അപ്പോൾ നമ്മൾ പറയും ആ കൺവെൻഷൻ എന്നാ ബ്ലെസ്സിങ് ആയിരുന്നു. അതെന്താ? 1000 പേര് വന്നു. 1000 പേര് വരിക എന്നുള്ളതൊരു പ്രഥമ ജയം തന്നെയാണ്. 1000 പേരെ കൊണ്ടുവരാൻ പാകത്തിൽ ആ കമ്മിറ്റി മെമ്പേഴ്സ് ഒത്തിരി അധ്വാനം ചെയ്തു. ആ സഭ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതൊരു പ്രഥമ ജയം തന്നെയാണ്. പക്ഷേ ആ മീറ്റിങ്ങിന് രണ്ടാമത്തൊരു ജയമുണ്ട്. അതാണ് പ്രധാന ജയമെന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കാം. പ്രഥമ ജയമെന്ന് പറഞ്ഞാൽ ജനം കൂടുന്നതാണെങ്കിൽ പ്രധാന ജയം ജനം കൂടുന്നതല്ല. ആ മീറ്റിങ്ങിൽ 2 പേരെ വന്നോളെങ്കിലും അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിനെയാണ് പ്രധാന ജയമെന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ വന്നവരോടെല്ലാം ദൈവം സംസാരിക്കുന്ന പ്രഥമ ജയങ്ങളെക്കാൾ കവിയുന്നൊരു പ്രധാന ജയം ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തട്ടെ എന്നുകൂടെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുകളും സാധാരണ 3 ഘട്ടങ്ങളിലായിട്ടാണ് പരിശുദ്ധാത്മാവ് ഒരു കൂട്ടങ്ങൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്യുന്നത്. ഒന്ന്, വ്യക്തികളുള്ള ബന്ധത്തിൽ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ. വിശുദ്ധ വേദപുസ്തകത്തിനകത്തൊന്നല്ല, പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വ്യക്തികളുള്ള ബന്ധത്തിൽ സംസാരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. ആമേൻ. പുഴവക്കത്തിനകത്തിരുന്ന് പൗലോസ് പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കേൾക്കാൻ ഒരുപറ്റം സഹോദരിമാരുണ്ടെങ്കിലും ആ പകലത്തെ മീറ്റിങ്ങും ആ പകലത്തെ പ്രസംഗവും ആ പകലത്തെ സന്ദേശവുമെല്ലാം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ദൈവശബ്ദമായിരുന്നു. ആകയാൽ ലുദിയായുടെ ഹൃദയം തുറന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. അപ്പോൾ എത്ര ശക്തനായ അഭിഷക്തൻ വന്നാലും ചില മീറ്റിങ്ങുകൾ വ്യക്തികൾക്ക് പ്രയോജനപ്പെടുന്ന മീറ്റിങ്ങുകളാക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ യോഗത്തിനകത്തുണ്ട്. 2, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം സംസാരിക്കും. കുടുംബങ്ങളുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. അകയിൽ അതേ പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിച്ചു. അപ്പോൾ വ്യക്തിക്ക് വേണ്ടി ഇടപെട്ട ദൈവശബ്ദം ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് ഹേതുവായി മാറുകയാണ്. എന്നാൽ പഴയ നിയമത്തിനകത്ത് യോന എന്ന് പറയുന്ന മനുഷ്യനെ ആത്മനിയോഗത്തിൻ്റെ ശുശ്രൂഷകളുമായി ദൈവം അയച്ചത് പ്രത്യുത അതൊരു വ്യക്തിക്കല്ല, അതൊരു കുടുംബത്തിനല്ല, അതൊരു പൊതു പട്ടണത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഉറപ്പിച്ചു പറയാം, വ്യക്തികളോട് സംസാരിക്കുന്നൊരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. കുടുംബങ്ങളുള്ള ബന്ധത്തിൽ സംസാരിക്കുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഒരു പൊതു പട്ടണത്തോട്, ഒരു പൊതു സഭയോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്ന ദൈവ സാന്നിധ്യവും നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആകയാൽ ദൈവശബ്ദം ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. വന്നവരോടെല്ലാം ദൈവാത്മാവ് സംസാരിക്കട്ടെ. തുടർമാനം നടക്കുന്ന ആത്മീയ യോഗങ്ങളാണ്. സമയങ്ങളൊക്കെ കണ്ടെത്തി കർത്തൃപാദപീഠത്തിൽ ഇരിക്കുന്ന ഞങ്ങളുടെ മാന്യ സഹോദരിമാർ ശരീരത്തിനകത്ത് ഒത്തിരി ക്ഷീണങ്ങൾ ഉണ്ടായിട്ടും ആ ക്ഷീണത്തെ എല്ലാം വകഞ്ഞു മാറ്റി തള്ളി മാറ്റി കർത്തൃപാദപീഠത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹോദര വൃന്ദങ്ങൾ, പകലത്തെ ജോലിയൊക്കെ ഉണ്ടായിട്ടും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ചായിരിക്കുന്ന എല്ലാ മാന്യ കുടുംബങ്ങളെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമുഖ സന്ദേശങ്ങൾക്കൊട്ടും ദൈർഘ്യം വർദ്ധിപ്പിക്കാതെ ദൈവവചന ശുശ്രൂഷകളിലേക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ദൈവവചന ശുശ്രൂഷകൾക്ക് ആധാരമായി ഇന്ന് രാവിലെ നമ്മൾ വായിച്ചു കേൾക്കപ്പെടാൻ പോകുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന്
ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഈ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വാക്യം എടുത്തത് ഞാൻ വിശ്വസിക്കുന്നു. എടുത്ത ദൈവമക്കൾ എൻ്റെ കൂടെ ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം ഒന്ന് ശബ്ദമുയർത്തി സഭയായി എല്ലാവരും ചേർന്ന് വായിച്ചാട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ ആ സഭയെ പറഞ്ഞു പഠിപ്പിക്കുന്ന അതിശക്തമായ ഒരു ആത്മീയ ദൂതാണ് ഇന്ന് രാവിലത്തെ ചിന്തകൾക്ക് ആധാരമായി നാം വായിച്ചു കേൾക്കപ്പെട്ടത്. ഇനിയും പ്രാർത്ഥനയോടെ നാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാനുഷിക ബുദ്ധിയിലോ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ചോ ഏതെങ്കിലും ഒരു സംഭവമോ ഒരു കഥയോ ഒരു ചരിത്രമോ ഒന്നും പറഞ്ഞ ഭാഗങ്ങൾ അവസാനിപ്പിക്കാതെ ഏതുദ്ദേശപ്രകാരം പരിശുദ്ധാത്മാവ് ഈ വാക്യം എഴുതിയിരിക്കുന്നോ അതേ ആത്മീയ സത്ത ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിനകത്ത് വെളിപ്പെട്ട് വരട്ടെ എന്നെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പൗലോസ് പറഞ്ഞു പഠിപ്പിക്കുന്ന വാക്യങ്ങളിൽ തുടക്കപദം ഇങ്ങനെയാണ് കിടക്കുന്നത്: ഒടുവിൽ സഹോദരന്മാരെ. ഒടുവിൽ സഹോദരന്മാരെ. ഞാൻ ഈ പറയുന്ന ആമുഖ സന്ദേശം ഈ വാക്യത്തിൻ്റെ ഒരു ഇലാബറേഷൻ ആണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ആത്മീയ ദൂതിലേക്ക് ആത്മീയ സത്തയിലേക്ക് വന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കരത്തിനകത്തിരിക്കുന്ന മലയാള പരിഭാഷ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. തുടക്കവാക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്: ഒടുവിൽ സഹോദരന്മാരെ. ഒടുവിൽ എന്നുള്ള മലയാള വാക്ക് സാധാരണ പലതിൻ്റെ പരിസമാപ്തിയെ കാണിക്കുകയാണ്. എല്ലാം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് സ്റ്റേജായി, ഒടുവിലെത്തിയല്ലോ. ഒടുവിലെത്തുന്നു എന്നുള്ള പദം എല്ലാം അവസാനിച്ചു എന്നത് കാണിക്കുന്നതെങ്കിലും വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം ഒടുവിൽ എന്നുള്ള പദം ഒന്നിൻ്റെയും അവസാനമല്ല, പകരം ചിലത് ആരംഭിക്കാൻ സമയമായി എന്നുള്ളതാണ്. സ്തോത്രം. ഒടുവിലെത്തിയല്ലോ, ഇനിയും ചില പ്രസാദം വേണമോ? ഒടുവിലെത്തിയല്ലോ, ഇനിയും ചില ശക്തീകരണങ്ങൾ വേണമോ? ഒരുപക്ഷെ ഞാൻ ആ വാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഒടുവിൽ എന്നുള്ള പദവുമായി ബന്ധപ്പെട്ട് വേദപുസ്തകത്തിനകത്തുള്ള നിരവധി വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തൂടെ മാറി മറിഞ്ഞു വരുന്നു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. ഒടുവിൽ സത്യമായതൊക്കെയും കനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും ആമേൻ കരുതിക്കൊള്ളണം, ചിന്തിച്ചു കൊള്ളണം. തീർന്നില്ല. മറ്റൊരു വാക്യം എങ്ങനെയാണ്? ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തി പ്രാപിക്കണം. ഒടുവിലെത്തിയല്ലോ, ഇനിയും ഒരു ശക്തീകരണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഒടുവിൽ എന്നുള്ളത് ലോകപ്രകാരം അവസാനമാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞിന് അത് അവസാനമല്ല, അത് ചിലത് ആരംഭിക്കാൻ സമയമായി എന്നുള്ളതാണ്. ഈ കരിസ്മ ക്രൂസൈഡിൻ്റെ ഈ രണ്ടാമത്തെ ദിവസം നിൽക്കുമ്പോൾ പ്രാരംഭ ആമുഖ സന്ദേശം എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളോട് ഞാൻ പറയാം, യേശു പറഞ്ഞ ശക്തമായൊരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധേയമാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുത്, അതൊന്നിൻ്റെയും അവസാനമല്ല, ചിലത് ആരംഭിക്കാൻ സമയമായി എന്നുള്ളതാണ്. ആകയാൽ ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ ഹൃദയം തുറന്ന ആത്മാവിൽ നമുക്ക് വിശ്വസിക്കണോ, ഇനി എത്ര മഹാമാരികൾ ഇവിടെ പടർന്നാലും, എത്ര ഭൂകമ്പങ്ങൾ ഇവിടെ ഉണ്ടായാലും, എത്ര മ്ലേച്ഛതയുടെ അന്തരീക്ഷങ്ങൾ ലോകത്തിനകത്തെങ്ങും തളം കെട്ടി നിന്നാലും, കോവിഡിനേക്കാൾ രൂക്ഷമായ മഹാമാരികൾ ഈ ദേശത്തെല്ലാം പടർന്നു പന്തലിച്ചാലോ, അകത്ത് അഭിഷേകമുള്ള ദൈവകുഞ്ഞിന് അകം തിളയ്ക്കുന്ന വിശ്വാസത്തോടെ അവന് ഉറപ്പിച്ചു പറയാൻ കഴിയോ, ഇതൊന്നിൻ്റെയും അവസാനമല്ല, ചിലത് ആരംഭിക്കാൻ സമയമായി എന്നുള്ളതാണ്. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് എത്ര പേർക്ക് ഹൃദയം തുറന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ചിലതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തി, ചിലതിൻ്റെ അവസാന സമയങ്ങളെത്തി. ഇനി മുമ്പിലേക്കൊരു പാതയില്ല, മുമ്പിലേക്കൊരു വഴിയില്ല, എല്ലാം തീർന്നല്ലോ. ഒടുവിൽ എന്നുള്ള മലയാള ഭാഷ നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ തന്നെ സംഭവിച്ചെന്ന് സകല ലോക മനുഷ്യനും വിധി എഴുതുമ്പോ ദൈവകൃപയുള്ള ദൈവകുഞ്ഞ് പ്രാർത്ഥനയുടെ ഉൾമുറിക്കകത്ത് മുട്ടുമടക്കിയിട്ട് പറയോ, അത് ലോകം പറയുന്ന ഒടുവിലാണെങ്കിൽ എൻ്റെ അകത്തുള്ളൊരു വലിയ വിശ്വാസമുണ്ട്, ഇത് ഒടുവിലല്ല, ഇത് ചിലത് ആരംഭിക്കാൻ സമയമായി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ആത്മാവിൽ വിശ്വസിച്ചു പറഞ്ഞ്, ഇത് ചിലത് അവസാനിക്കുന്ന സമയങ്ങളല്ല, ഇത് ചിലത് ആരംഭിക്കുന്ന സമയങ്ങളാണ്. എനിക്കറിയില്ല, ഞാൻ ആമുഖ സന്ദേശം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് ഉറപ്പിച്ചു പറയാൻ പറയുന്നു, ഇത് ചിലതിന്റെ അവസാനമല്ല, ചിലത് ആരംഭിക്കാൻ സമയമായി. നീ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തണമെന്നോ, നിന്റെ ജീവിതത്തിനകത്ത് നീ അത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നോ, നിന്റെ ജീവിതത്തിനകത്ത് നീ അത് പറഞ്ഞ് നിർത്തണമെന്നോ, നിന്റെ കുഞ്ഞിന്റെ ഭാവിക്കകത്ത് അത് പറഞ്ഞ്
പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നു. ഒടുവിലെന്നുള്ള മലയാള ഭാഷയുടെ ശരിയായ അർത്ഥം നിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന്. സകല ലോകത്തിന്റെ പൈശാചിക ശക്തികളും അങ്ങനെ തന്നെ വിധി എഴുതുമ്പോ അകത്ത് ദൈവശക്തിയുള്ള ദൈവകുഞ്ഞ് ഇന്ന് രാവിലെ പറയുക, ഒടുവിലെന്നുള്ള മലയാള ഭാഷയുടെ അർത്ഥമല്ല എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്റെ ജീവിതത്തിൽ ചിലതാരംഭിക്കാൻ സമയമായി. വിശ്വസിക്കുന്നവർ അകം തിളയ്ക്കുന്ന ദൈവശക്തിയോടെ പറ, ചിലതാരംഭിക്കാൻ സമയമായി. അടകപരം ഷാദകലം ഭാലകസ്തരം ശബാലകസ്തരം ധീരകസേ, ചിലതാരംഭിക്കാൻ സമയമായി. അയ്യോ, ലോകത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, മഹാക്ഷാമങ്ങൾ ഉണ്ടാകുന്നു, വലിയ മഹാമാരികൾ പടർന്നു പന്തലിക്കുന്നു. പക്ഷെ ചിലർ ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിനകത്ത് പറയുക, ചിലതാരംഭിക്കാൻ സമയമായി. പഴയ നിയമത്തിനകത്ത് നോഹയോട് ചോദിക്ക്, നോഹയെ, പ്രളയം വന്നപ്പോൾ പെട്ടകത്തിന്റെ പുറത്ത് നിൽക്കുന്ന ജനത്തിന്റെ അഭിപ്രായം എന്താ? നോഹ പറയും, പെട്ടകത്തിന്റെ പുറത്തെ നിൽക്കുന്ന ജനത്തിന്റെ അഭിപ്രായം ലോകം തീർന്നുപോയി, ലോകം അവസാനിച്ചു പോയി. പക്ഷെ പെട്ടകത്തിനകത്തിരിക്കുന്ന നോഹയോട് ചോദിക്ക്, ഇത് അവസാനമാണോ? നോഹ പറയും, അല്ല, പുതിയ ആകാശം ഉണ്ടാകാൻ സമയമായി, പുതിയ ഭൂമി ഉണ്ടാകാൻ സമയമായി. പെട്ടകത്തിന്റെ പുറത്തുള്ളവൻ അത് അവസാനമാണെങ്കിലോ പെട്ടകത്തിനകത്തിരിക്കുന്നവൻ അത് അവസാനമല്ല, അവൻ ചിലത് ആരംഭിക്കാൻ സമയമായി. വിശ്വസിക്കുന്നവർ അകതാരിൽ ഉറപ്പിച്ചു പറ, ഇന്ന് രാവിലെ ഞാൻ പെട്ടകത്തിന് പുറത്തല്ല, ഞാൻ പെട്ടകത്തിനകത്തിരിക്കുന്ന കാരണത്താൽ ഇനി എത്ര മഹാമാരികൾ വന്നാലോ ചിലത് ആരംഭിക്കാൻ സമയമായി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. തീർന്നില്ല. പഴയ നിയമത്തിനകത്ത് ഒരു 3 ദിവസം കുറ്റാക്കുറ്റിരുട്ട് വന്നിരിക്കുന്ന ദേശത്തിനകത്ത്, കൂരിരുട്ടിന്റെ നടുവിനകത്തിരിക്കുന്ന മിസ്രയീമിനകത്ത് ജനത്തോട് ചോദിക്ക്, അവസാനമായോ? അവര് പറയും, അവസാനമായി പാസ്റ്റർ. അതെന്താണ്? കുറ്റിരുട്ടാണ്. അത് മാത്രമല്ല, മരണത്തിന്റെ ദൂതൻ ഇറങ്ങി നിൽക്കുക. എല്ലാ വീടിനകത്തും മരണത്തിന്റെ കരച്ചിലെ ശബ്ദം ഉയരുമ്പോ അവൻ കട്ടളക്കാലിന്മേൽ കുറുപടിമേൽ കുഞ്ഞാടിന്റെ രക്തം തേച്ച ഇസ്രായേൽ വീടുകളോട് ചോദിക്ക്, ഇത് അവസാനമാണോ? അവര് പറയും, ഇത് ഞങ്ങൾ അവസാനമല്ല, ഇത് ഒടുവിലെത്തിയെന്ന് അവർക്ക് തോന്നിയെങ്കിലോ ഇത് ഞങ്ങളുടെ പുറപ്പാടിന്റെ സമയമാണ്. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഒടുവിലെത്തിയെന്ന് ലോകം പറയുന്ന ചില സ്ഥലങ്ങളിൽ അത്രേ പ്രാർത്ഥിക്കുന്നവന് ചിലത് ആരംഭിക്കാൻ സമയമായി. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. പഴയ നിയമത്തിനകത്ത് ക്ഷാമം കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടം. ക്ഷാമം കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിനകത്ത് 2 സഹോദരിമാര് വന്നിട്ട് പറയുക, ഇന്നലെ എന്റെ മോനെ ഞാൻ പുഴുങ്ങി തിന്നു, നാളെ ഇവളുടെ മകനെ പുഴുങ്ങി തിന്നാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് അവന്റെ കുഞ്ഞിനെ ചോദിച്ചപ്പോ അതങ്ങ് മാറ്റി, അതങ്ങ് ഒളിപ്പിച്ചു. ഇത് പറഞ്ഞപ്പോ ക്ഷാമം കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിനകത്ത് രാജാവ് തന്റെ വസ്ത്രം ഊരി വെച്ചു കീറി മതിലിന്റെ മുകളിൽ കൂടെ നിസ്സഹായനായി നടക്കുമ്പോ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു. ക്ഷാമത്തിന്റെ നടുവിൽ മക്കളെ പോലും പുഴുങ്ങി തിന്നുന്ന കാലഘട്ടം. ഇനിയൊരു നല്ല കാലഘട്ടം ഞങ്ങൾക്കുണ്ടാകത്തില്ലെന്ന് അധികാര കസേരക്കകത്തിരുന്നവൻ വിധി എഴുതി നിസ്സഹായനായി നടക്കുമ്പോ അകത്ത് പ്രവചന ശക്തിയുള്ള ഒരു മനുഷ്യൻ തന്റെ ഇടത്തോട് ഇറങ്ങി വന്ന് ശമരിയുടെ പടിവാതിക്കൽ നോക്കി പ്രവചിക്കിയത് ലാസ്റ്റ് അല്ല, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ വീണ്ടും ഗോതവും യവവും വിൽക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവൻ ആവർത്തിച്ചു പറ, ഇത് അവസാനമല്ലെന്നേ, ഇത് ലാസ്റ്റ് സ്റ്റേജ് അല്ലെന്നേ, ഇത് പ്രാർത്ഥിക്കുന്നവന് ചിലത് ആരംഭിക്കാൻ സമയമായി. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അല്ല, ഈ ചരിത്രമെല്ലാം മറക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശുവിലേക്ക് നിങ്ങൾ വാ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിലേക്ക് നിങ്ങൾ വാ. ആമേൻ. യേശുവിന്റെ ശരീരത്തിനകത്ത് വലിയ മരക്കുരിശ് എടുത്തു വെച്ച് അരിമനാഥനെ ക്രൂശിച്ച് കല്ലറയ്ക്കകത്തൊതുക്കി 3 ദിവസം കിടക്കുന്ന കല്ലറയുടെ പുറത്ത് നിൽക്കുന്ന പടയാളോട് ചോദിക്ക്, യേശു കഴിഞ്ഞോ? അവര് പറയും, യേശു കഴിഞ്ഞു, അവന്റെ ലാസ്റ്റ് സ്റ്റേജായി ഒടുവിലെത്തി, ഇനി യേശുവില്ല, യേശുവിന്റെ ശുശ്രൂഷയുമില്ല. വിധിച്ച പീലാത്തോസിനോട് ചോദിക്ക്, യേശു കഴിഞ്ഞോ? പീലാത്തോസ് പറയും, യേശു കഴിഞ്ഞു, അവൻ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയി, ഇനി യേശുവില്ല, യേശുവിന്റെ മാർഗവും ഇല്ല. എന്നാൽ പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചോദിക്ക്, ഇത് അവസാനമാണോ? പരിശുദ്ധാത്മാവ് പറയും, അല്ല, ഇത് അവസാനമല്ല, 3 ദിവസം കഴിയട്ടെ. ആമേൻ. സ്തോത്രം. 3 ദിവസം കഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നവന് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുമെങ്കിൽ ഈ കല്ലറ നിന്റെ ഒടുവിലല്ല, ഇത് ചിലത് ആരംഭിക്കാൻ സമയമായി. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് എഴുതത്തള്ളപ്പെട്ടു പോയ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന കഴുകനോ, താഴെ നടക്കുന്ന ഇടചെന്തുവോ, ഈ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനെ തള്ളിക്കളഞ്ഞ അധികാര ഭരണ സംവിധാനത്തോട് നിങ്ങൾ ചോദിക്ക്, യോഹന്നാൻ തീർന്നോ? അവര് പറയും, യോഹന്നാൻ തീർന്നു. കാര്യമെന്താ? അവൻ പത്മോസിന്റെ ഏകാന്തതയിൽ തള്ളപ്പെട്ടു പോയി. എന്നാൽ യോഹന്നാനോട് ചോദിക്ക്, ഇത് നിന്റെ ഒടുവിലാണോ?
ആണോ? ഇത് നിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണോ? യോഹന്നാൻ പറയും, അല്ല, ഈ പത്മോസിന്റെ ഏകാന്തതയിൽ വെളിപ്പാടിന്റെ തലങ്ങൾക്കകത്തേക്ക് ഞാൻ കയറാൻ പോകുകയാ. എന്തോ ഇന്ന് രാവിലെ ഞാൻ ഉറപ്പിച്ചു പറയാ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് അവസാനമല്ലെന്നേ, ഇത് ചിലത് ആരംഭിക്കാൻ സമയമാ. വിശ്വസിക്കുന്നവർ കരവ് ശബ്ദം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ്, ചിലത് ആരംഭിക്കാൻ സമയമായി. പൗലോസ് പറയുകയാണ്, ഒടുവിലെത്തി. അതുകൊണ്ട് ഒടുവിൽ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും നീ കരുതിക്കൊള്ളണം. ഒടുവിൽ കർത്താവിലും അവൻ അമിതബലത്തിലും നീ ശക്തി പ്രാപിക്കണം. ലാസ്റ്റ് എത്തിയെങ്കിലും നിനക്ക് ചില ശക്തീകരണങ്ങൾ ആവശ്യമാണ്. ഈ പദം കുറേയും കൂടെ ശ്രദ്ധേയമാണ്. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ഒടുവിലെത്തി, പക്ഷെ നിനക്കൊരു ദൈവപ്രസാദം വേണം, കാരണം ചിലത് ആരംഭിക്കാൻ സമയമായി. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം. ഇനി ആ പദത്തിന്റെ ഇലാബറേഷനിലേക്ക് നമുക്ക് വന്ന് ദൂതിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചതുപോലെ, അർത്ഥം നിങ്ങൾ നടക്കേണ്ടുന്ന നടത്തത്തിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതിന്റെ പഠനം എന്ന് പറയുന്നത് ഗ്രഹിച്ചത് ഞങ്ങളിൽ നിന്നാണ്. ആരാണ് ഈ ഞങ്ങൾ? ഞങ്ങൾ ആരാണ്? ഞങ്ങൾ എന്ന് പറയുന്ന ഒരു സഭയുടെ പാസ്റ്റർ എന്നോ, ഒരു സഭയുടെ അസോസിയേറ്റ് പാസ്റ്റർ എന്നോ, ഒരു സഭയുടെ ലീഡർഷിപ്പിൽ ലെവലിൽ നിൽക്കുന്നവരെന്നോ, ഒരു സഭയുടെ സൺഡേ സ്കൂൾ അധ്യാപകരെന്നോ, ഒരു സഭയുടെ മൂപ്പന്മാരെന്നോ, ഒരു സഭയുടെ എൽഡേഴ്സ് എന്നോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അകൽ നിങ്ങൾ ഗ്രഹിച്ചു. ആരിൽ നിന്ന് ഗ്രഹിച്ചു? അത് ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് സഭയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ. ഇവിടെ നിങ്ങൾക്കൊരു ഓർഡർ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്കൊരു ഓർഡർ കാണാൻ കഴിയും. തലയായ ക്രിസ്തു, ക്രിസ്തുവിന്റെ താഴെ നിൽക്കുന്ന അഭിഷക്ത വൃന്ദം, അതിന് താഴെ നിൽക്കുന്ന വിശ്വാസ സമൂഹം, ഇവിടെ ഒരു ഓർഡർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഓർഡർ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഈ ഓർഡർ ഉണ്ട്. ഒരു വീട്ടിൽ ഈ ഓർഡർ ഉണ്ട്. അകൽ ഒരു വീടിന്റെ നാഥൻ എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. എന്നാൽ അതിന് താഴെ നിൽക്കുന്നത് ആരാന്നറിയാമോ? ആ വീട്ടിലെ ഭർത്താവാണ്. സ്തോത്രം. അതിന് താഴെ ആരാന്നറിയാമല്ലോ? ആ വീട്ടിലെ മമ്മിയാണ്. അതിന് താഴെ ആരാന്നറിയാമല്ലോ? ആ വീട്ടിലെ മക്കളാണ്. എല്ലാ വീടിനും ഈ ഓർഡർ ഉണ്ട്. ഈ ഓർഡർ പൊളിഞ്ഞാൽ നമ്മുടെ കൂടാരത്തിനകത്ത് അസ്വസ്ഥത വാഴും. അകൽ നിങ്ങളെക്കാൾ പ്രാർത്ഥന കുറവായിരിക്കാം അച്ചായന്, പക്ഷെ ആ വീടിന്റെ സിസ്റ്റം അങ്ങനെ, ഓർഡർ അങ്ങനെ. നിങ്ങൾക്ക് സാലറി ആമൻ ഒരു പക്ഷേ 20,000 ആയിരിക്കാം, അച്ചാന് സാലറി 15,000 ആയിരിക്കാം, സാരമില്ല. പക്ഷെ എങ്കിലും ആ വീടിന്റെ നാഥൻ ആരാണ്? അത് ഇത് എല്ലാത്തിനും ഓർഡർ ഉണ്ട്. പല വീടുകൾക്കകത്ത് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, നല്ല പ്രായമുണ്ട്, അദ്ദേഹത്തോട് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എത്ര മക്കളാണ്? 2 മക്കളാണ്. ഓക്കെ, മൂത്തയാള് അവർ കാനഡയിലാണ്. കുടുംബസ്ഥരാണ്. കുഞ്ഞിന്റെ വിവാഹം എന്നായിരുന്നു എന്നെ ചോദ്യത്തിന് മുമ്പേ ആ പ്രായമുള്ള മനുഷ്യൻ 1 മിനിറ്റ് ഒന്ന് ആലോചിച്ചു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞിന്റെ വിവാഹം 2004 പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് വളരെ തന്മയത്വത്തോടെ സംസാരിക്കുകയാണ്, വളരെ ശാന്തമായി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നും അദ്ദേഹം അടർത്തിയെടുത്ത് പറയുന്നു, കുഞ്ഞിന്റെ വിവാഹം, മൂത്ത സന്തതിയുടെ വിവാഹം 2004 ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് അമ്മാമ അടുക്കളയിൽ നിന്ന് ചാടിക്കുത്തി ഒരു പുലി പോലെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പല്ലേലും പണ്ടോ ഓർമ്മയില്ല, കൊച്ചിന്റെ കല്യാണം 2004 മനുഷ്യ, 2005 ഓരോ ഓർമ്മയില്ല ഈ മനുഷ്യന്. ഓർഡർ പൊളിഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഓർഡർ പൊളിഞ്ഞു. സ്തോത്രം. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് വളരെ തന്മയത്വത്തോടെ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൊച്ചോർമ്മയിൽ അദ്ദേഹം അടർത്തിയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മാമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഒരു പുലി പോലെ ചാടി ഇറങ്ങി വന്ന് പറഞ്ഞു, ഓല്ലേലും നിങ്ങൾക്ക് മനുഷ്യ ഒരു ഓർമ്മയില്ല. ആ ഓർഡർ അവിടെ പൊളിയുകയാണ്. സ്തോത്രം. ഇപ്പോൾ ആ വീട്ടിനകത്ത് തലയായി നിൽക്കുന്നത് അമ്മാമയാണ്. ഓർഡർ പൊളിഞ്ഞു. അങ്ങനെ പൊളിയുന്ന വീടുകൾക്കകത്ത് അസ്വസ്ഥത വാഴും, അസ്വസ്ഥത വ്യാപരിക്കും. ആകയാൽ പരിശുദ്ധാത്മ പറയുന്നു, എല്ലാത്തിനും ഈ ഓർഡർ ഉണ്ട്. തലയായ ക്രിസ്തു, അതിന് താഴെ നിൽക്കുന്ന അഭിഷക്ത ബന്ധം. ഒരു സഭ നല്ല രീതിയിൽ പോകണമെങ്കിൽ ഈ ഓർഡർ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന പാസ്റ്ററിനേക്കാൾ 10 മിനിറ്റ് നിങ്ങൾക്ക് അവസരം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെക്കാൾ നന്നായി പ്രസംഗിക്കാൻ പ്രാപ്തിയുള്ളവർ വിശ്വാസ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. പാസ്റ്റർമാരെയൊക്കെ പ്രസംഗവേദിയിൽ പറഞ്ഞു തിരുത്താൻ കഴിവുള്ള പ്രാപ്തിയുള്ള ദൈവമക്കൾ വിശ്വാസ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഓർഡർ ഇങ്ങനെയാണ്. ഇതിന് ഫോളോ ചെയ്ത് വരുമ്പോഴേ ആ സഭ അനുഗ്രഹിക്കപ്പെടുള്ളൂ. ചെറുതൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. എൻ്റെ സഭയിൽ എന്നെക്കാൾ പ്രായമുള്ളവരാണ് ഇരിക്കുന്നവരിൽ മെജോറിറ്റി ആൾക്കാർ എന്നെക്കാൾ പ്രായമുള്ളവരാണ്. പക്ഷേ എന്തോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ചേ പറ്റത്തുള്ളൂ. കാരണം അതാണ് സഭയുടെ ഓർഡർ. എങ്ങനെയാണ്? എൻ്റെ പ്രായം 33. അല്ല, എന്നെക്കാൾ പ്രായമുള്ള ഒരു കുഞ്ഞാണ് ആ സഭയുടെ പാസ്റ്ററെങ്കിലും ആ ഓർഡർ അങ്ങനെയാണ്. അവരെന്നെ പാസ്റ്റർ എന്ന് വിളിച്ചേ പറ്റുള്ളൂ. വേറെ സെക്കൻഡ് ഓപ്ഷൻ നമുക്കില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ ഈ ഭാഗത്തെ തെളിയിക്കാൻ ഒരു സംഭവം നിങ്ങളോട് പറയാം, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഒരു കാര്യം നിങ്ങളോട് അടർത്തിയെടുത്ത് പറയാം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്നെടുത്ത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഏറ്റവും ഫെമിലിയർ ആയിരിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ്. വെളിപ്പാട് പുസ്തകം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളതും തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. ശ്രദ്ധിച്ചു കേട്ടോ, ഇതിനൊരു കൊച്ചു മറുപടി എന്നോട് പറയണേ. വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്ന ഈ വെളിപ്പാട് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു?
ശരിയാ. ആർക്ക്? യോഹന്നാന് കൊടുത്തു എന്ന് പറയുന്നവരെല്ലാം നാളെ വരുമ്പോൾ ഒരു 10 വട്ടം എംപോസിഷൻ എഴുതിക്കൊണ്ട് വരണം കേട്ടോ. സ്തോത്രം. യോഹന്നാന് കൊടുത്തെന്നല്ല. പിന്നെ ദൈവം അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. ഇനി അത് യേശു ആർക്ക് കൊടുത്തു? യേശു വായിച്ചു അടുത്ത വാക്യം. അവനെന്ന് പറഞ്ഞാൽ യേശു. യേശു അത് ദൂതന് കൊടുത്തു. ആർക്ക് കൊടുത്തു? ദൈവം ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. യേശു അത് ആർക്ക് കൊടുത്തു? ദൂതന് കൊടുത്തു. ദൂതൻ അത് ആർക്ക് കൊടുത്തു? യോഹന്നാന് കൊടുത്തു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. യോഹന്നാൻ ആർക്കായിരിക്കും കൊടുത്തേ? സഭയ്ക്ക് കൊടുത്തു. സ്തോത്രം. എന്റെ ചോദ്യം, തമ്പുരാനെ നേരിട്ട് സഭയ്ക്ക് കൊടുക്കാൻ പാടില്ലേ? കൊടുക്കാനൊക്കെ പറ്റൂന്നേ. സ്തോത്രം. പക്ഷെ ഈ സിസ്റ്റം ഇങ്ങനെ, ഈ ഓർഡർ ഇങ്ങനെ. ദൈവം അത് കർത്താവിന് കൊടുത്തു, ക്രിസ്തുവിന് കൊടുത്തു, ക്രിസ്തു അത് ദൂതന് കൊടുത്തു, ദൂതൻ അത് യോഹന്നാന് കൊടുത്തു, യോഹന്നാൻ അത് സഭയ്ക്ക് കൊടുക്കുന്നേ. എന്ന് വെച്ചാൽ ഇതിന് ഇടയിൽ മീഡിയേറ്ററായി നിൽക്കുന്ന ആ റെലം നിങ്ങൾ കണ്ടോ? എല്ലാത്തിന്റെ സിസ്റ്റം ഇങ്ങനെ, എല്ലാത്തിന്റെ ഓർഡർ ഇങ്ങനെ. അർത്ഥം വിശ്വാസിക്ക് നേരിട്ട് വെളിപ്പാട് പിടിക്കാൻ പറ്റില്ലെന്നല്ല, പറ്റും. പക്ഷെ സഭയുടെ സിസ്റ്റം ഇങ്ങനെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കണ്ടോ? അപ്പൊ എല്ലാത്തിനെയും ഓർഡർ ഉണ്ട്. നിൽക്കട്ടെ. അപ്പൊ പൗലോസ് ഇവിടെ പറയാ, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം നിങ്ങൾക്ക് വേണമല്ലോ. ആകയാൽ നിങ്ങൾക്ക് ദൈവപ്രസാദം കിട്ടണമെങ്കിൽ നിങ്ങൾ നടക്കണം. ആ നടക്കുന്ന നടത്തത്തിന്റെ സ്റ്റെപ്പ് പഠിച്ചത് ഞങ്ങളിൽ നിന്നാ നിങ്ങളത് ഗ്രഹിച്ചത്. ഇനി ഇവിടെ നടക്കണം എന്ന് പൗലോസ് പറയുമ്പോൾ ഈ നടക്കുന്ന നടത്തത്തിന്റെ ഡെപ്ത് എന്തോരം വലുതാണെന്ന് അറിയണമെങ്കിൽ തൊട്ടു മുമ്പിലത്തെ ലേഖനം എടുക്കണം. കൊലോസ്യ ലേഖനം ഒന്ന് എടുത്തേ. തൊട്ടു മുമ്പിലത്തെ ലേഖനം. സ്തോത്രം. അതിന്റെ 2-ാമത്തെ അധ്യായം ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ്. 6-ാമത്തെ വാക്യം നോക്കിയാട്ടെ. കൊലോസ്യർ 2:6. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. അപ്പൊ നടക്കുന്ന നടത്തത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിലും എന്ത് ചെയ്യണം? നടക്കണം. എത്ര നാളാണ്? അതാ എന്റെ ചോദ്യം. 3 മാസം, 8 മാസം, 3 വർഷം, 15 വർഷം? അല്ല. പിന്നെ സ്റ്റിൽ ടു ഡെത്ത്, മരണം വരെ നിങ്ങൾ കർത്താവായി, വാക്കിന്റെ ആഴം നിങ്ങൾ കണ്ടോ? കർത്താവായി യേശുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവന്റെ കൂട്ടായ്മയിലും. അതങ്ങനെ കർത്താവ് യേശുവിനെ കൈക്കൊണ്ട ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? എന്റെ തമ്പുരാനെ, ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ദൈവദാസൻ ട്രാക്ട് തന്നപ്പോ, അല്ല, ഏതോ ഒരു ദൈവദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ, ഈ സഭ ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഇതുപോലത്തെ ഏതൊക്കെയോ കരിസ്മ ക്രൂസൈഡിനകത്ത്, ഏതൊക്കെയോ കൺവെൻഷനകത്തിരുന്ന് അവർ ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിച്ചു. അപ്പുറത്ത് തോമസിനെ വിടുവിക്കണേ, ഇപ്പുറത്ത് അച്ചായനെ വിടുവിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി എന്നതുപോലെ നമ്മൾ സഭയ്ക്കകത്ത് കയറി വന്ന് രക്ഷിക്കപ്പെട്ട ദിവസം ഓർമ്മയുണ്ടോ? അല്ല. ഒരു കൺവെൻഷൻ വേദിക്കകത്ത് ഒരു ദൈവദാസൻ ചങ്ക് കയറി പ്രസംഗിക്കുക. പ്രസംഗത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് യേശുവിന്റെ ക്രൂശീകരണമാണ്. ആ ക്രൂശീകരണം ഇങ്ങനെ വിശദീകരിച്ച് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയരെ, പാലസ്തീന്റെ പച്ചമണ്ണിനകത്ത് 24 ടൈപ്പ് വിഷമുള്ളപ്പോ അതിനകത്ത് ഏറ്റവും വിഷം കൂടിയ മുള്ള് യേശുവിന്റെ ശിരസിനകത്ത് എടുത്തു വെച്ചു, കിരീടമാക്കി വെച്ചു മടഞ്ഞു. തമ്പുരാൻ ഒരു കോല് കൊണ്ട് അവരടിച്ചു. ആ മുൾക്കിരീടം യേശുവിന്റെ ശിരസിനകത്തെ കാണ്ടിറങ്ങി എന്നൊക്കെ പറഞ്ഞ ക്രൂശീകരണത്തിന്റെ ഭാഗം. അരുമനാഥന്റെ കയ്യിൽ ആണിതറച്ചു, കാലിനകത്തെ വലിയ കാലിരുമ്പിന്റെ ആണിതറച്ചു എന്നൊക്കെ പറയുന്ന ക്രൂശീകരണത്തിന്റെ ഭാഗം ആ കൺവെൻഷൻ വേദിക്കകത്ത് വെച്ച് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരാൻ തുടങ്ങി. ഞങ്ങളുടെ സഭ എന്ന് പറയുന്നത് ഒരു പുതിയ വർക്കാണ്. 5-5.5 വർഷമാകുന്നേ ഉള്ളൂ. ഞങ്ങളുടെ സഭയിലൊക്കെ പുതിയ ആൾക്കാരാണ്. ഈ ഹൈന്ദവ മാർഗത്തിൽ നിന്നും വെച്ചാരാധന നടത്തുന്ന വീട്ടിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നത്. വെച്ചാരാധന നടത്തുന്നു പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. മലദൈവങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന, കള്ള് കൊടുത്താൽ പ്രസാദിക്കുന്ന ദൈവം, മുറുക്കാൻ കൊടുത്താൽ പ്രസാദിക്കുന്ന ദൈവം, അങ്ങനെ വെച്ചാരാധന നടത്തുന്ന വീട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ചെറിയ മൈനോറിറ്റി ആൾക്കാരാ ഇന്ന് ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ളത്. സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് ഒരു 21 ഡേയ്സ് ഞങ്ങളുടെ സഭയിൽ നടക്കുമ്പോൾ മീറ്റിംഗിന്റെ അവസാന ദിവസം 21-ാം ദിവസം സ്തോത്രം തിരുവത്താഴ ശുശ്രൂഷ നടക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇവരോട് യേശുവിന്റെ ക്രൂശീകരണം പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം അത് ദൃശ്യമണ്ഡലത്തിൽ ഒന്ന് വെളിപ്പെടുത്തിയാൽ കുറേയും കൂടെ അവർക്ക് മനസ്സിലാകുമല്ലോ എന്നൊരു ചിന്തയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, യൂത്ത്, പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ നിന്നും ഒരു 6-7 മിനിറ്റത്തെ ഭാഗം കട്ട് ചെയ്ത് കർത്താവിന്റെ തിരുവത്താഴ ശുശ്രൂഷ നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇത് ദൃശ്യത്തിനകത്ത് വിസിബിൾ ആയിട്ട് അവരൊന്ന് കാണിക്കാൻ തുടങ്ങി. പ്രിയരെ, ആദ്യമായിട്ട് യേശുവിന്റെ ക്രൂശീകരണം കാണുന്ന ഞങ്ങളുടെ സഭയിലെ വിശ്വാസികൾ ഉണ്ടല്ലോ, യേശുവിന്റെ കയ്യിൽ ആണിതറയ്ക്കുന്ന ഭാഗമൊക്കെ എത്തിയപ്പോ അവർ കർച്ചീഫ് എടുത്ത് പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് അത് ഓഫ് ചെയ്യ്, അത് കാണാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ചില ആന്റിമാർ സാരിത്തുമ്പ് മുഖത്തോട് മറച്ചു വെച്ചിരിക്കുക. യേശുവിന്റെ കയ്യിലൊക്കെ കാലിനകത്തൊക്കെ ആണിതറയ്ക്കുന്ന ഭാഗം അവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്റെ സഹോദര, അതൊരു മനുഷ്യൻ അഭിനയിച്ചതാ. ഒരു മനുഷ്യൻ അഭിനയിച്ചത് കണ്ടിരിക്കാൻ നിനക്ക് ഇത്രയും പാടുവന്നെങ്കിൽ യേശു അഭിനയിച്ചതല്ല.
യേശു അത് അനുഭവിച്ചതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ മൃഗീയമായ ശരീരത്തിനകത്ത് മുറിവുകളേറ്റ് കൈത്തളങ്ങൾ കൊത്തളത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് പടയാളിയുടെ ചാട്ട വാറുകൾ യേശുവിന്റെ ശരീരത്തിനകത്തെ കാഞ്ഞടിച്ചു. എത്രയോ ദിവസങ്ങൾ കൺവെൻഷൻ വേദിയിൽ നമ്മൾ കേട്ടതാ. ആ ശരീരത്തിനകത്ത് പച്ചയായ മാംസമൊക്കെ അവർ അടർത്തിയെടുത്ത് യേശുവിന്റെ രോമം പോലും പിച്ചിപ്പറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് യേശുവിന്റെ ക്രൂശീകരണം, ഒടുവിൽ യേശുവിന്റെ ക്രൂശീകരണവും പറഞ്ഞു നിർത്തുമ്പോ ആ ദൈവദാസൻ പറഞ്ഞു, പറ, ആത്മനിയോഗത്തോട് ആ മനുഷ്യൻ ചോദിച്ചു, ഈ രക്ഷിതാവായ യേശുവിനെ എത്ര പേർക്ക് വേണോ? ഈ ഇങ്ങനെ നിനക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി നിനക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ ആ കൺവെൻഷൻ വേദിയുടെ ഏതോ ഭാഗത്ത് ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാൻ വേണ്ടി വന്നിരുന്നവരാ. പക്ഷെ ഈ ക്രൂശീകരണം അങ്ങോട്ട് വിശദീകരിച്ചപ്പോ നമ്മൾ അറിയാതെ ചങ്കുകീറി ദൈവത്തോട് പറഞ്ഞപ്പോ, ഇങ്ങനെ മരിച്ച യേശുവിനെ എനിക്കൊന്ന് വേണം കർത്താവേ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആരെയും നോക്കിയില്ല. പബ്ലിക്കിൽ വേദിയിൽ വെച്ച് നമ്മൾ കരയാൻ തുടങ്ങി. ആ ദൈവദാസൻ പറഞ്ഞു, അങ്ങനെ പറയുന്നവർ മുമ്പിലേക്ക് വന്നാട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ ഇരിക്കുന്നവനെ നോക്കിയില്ല, ഇപ്പറയുള്ളവനെ നമ്മൾ നോക്കിയില്ല. വിട്ടെറിഞ്ഞിട്ട് വന്ന വലിയ സാമുദായിക പശ്ചാത്തലത്തിന്റെ ഡെപ്ത് നമ്മൾ നോക്കിയില്ല. പൗരോഹിത്യ മണ്ഡലങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചില്ല. പൗലോസ് പറയുന്നത് പോലെ ജഡരക്തങ്ങളോടോ മാംസരക്തങ്ങളോടോ ആലോചന ചോദിക്കാതെ തന്റെ ഇടത്തോട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അറിയാതെ കൺവെൻഷൻ വേദിയിൽ പബ്ലിക്കലി കരമുയർത്തി നമ്മൾ കണ്ണുനീരോടെ സമർപ്പിച്ചു. നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഞാനത് പറയുമ്പോ ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ അങ്ങ് ഓർത്തുപോകുകയാ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. മരണത്തെ മാത്രം മുഖാമുഖം കണ്ടു. രാമേ, പണിതീരാത്തൊരു ശാപം പിടിച്ച വീടിന്റെ അങ്കണത്തിനകത്ത് എന്റെ മാതാവ് മരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമില്ല. ഹിന്ദു വിശ്വാസപ്രകാരം ഒരു വീട് പണിയണമെങ്കിൽ അടിസ്ഥാനങ്ങൾ ഇടുന്ന സമയത്ത് പൂജകൾ നടത്തണം. അങ്ങനെ പൂജ ചെയ്യാൻ വന്നവർ എന്റെ അപ്പനോട് പറഞ്ഞു, അർജുന സാറേ, ഈ സ്ഥലം എങ്ങനെയാ കിട്ടിയത്? എന്റെ അപ്പന്റെ പേര് അർജുനൻ എന്നാണ്. ആമേൻ. അപ്പം പറഞ്ഞു, ഇത് കുടുംബസ്വത്താണ്. അവര് പറഞ്ഞു, സാറേ, അബദ്ധം പറ്റി. എന്താ പറ്റി അബദ്ധം? ഇവിടെ വീട് പണിയാൻ പറ്റത്തില്ല. അതെന്താ? ഇത് വരത്തുപൊക്കുള്ള മണ്ണ. വരത്തുപൊക്കുള്ള മണ്ണിനകത്ത് വീടെന്നല്ല, ഒന്നും പണിയാൻ പറ്റത്തില്ല. ഇത് ശാപത്തിന്റെ സ്ഥലമാ സാറേ, ഇത് ശാപത്തിന്റെ മണ്ണ. എന്റെ അപ്പൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, പണിത് കാണിച്ചാലോ? അവര് പറഞ്ഞു, പണിത് കാണിച്ചാലോ? പണിതാ നീ മരിക്കും, നിന്റെ ഭാര്യ മരിക്കും, 2 മക്കൾ മരിക്കും. ഇത് ശാപത്തിന്റെ സ്ഥലമാ സാറേ, ഇത് ശാപത്തിന്റെ വീടാ. അന്ന് എന്റെ അപ്പൻ യേശുവിനെ അറിയത്തില്ല, പക്ഷെ തന്റെ ഇടമുണ്ട്. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ തന്റെ ഇടമുണ്ട്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇച്ചിരി കൂടിയിട്ടേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ടൊരു ഗുണമുണ്ട്, ഏത് പൊന്നുമോനോട് കയറി സുവിശേഷം പറഞ്ഞു കളയും. സ്തോത്രം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി റേഞ്ചറായിട്ട് റിട്ടയർഡ് ആയ ഒരാളാണ് എന്റെ അപ്പൻ. എന്റെ അത്രയും ഹൈറ്റ് ഉണ്ട്, എന്നെക്കാൾ ഇരട്ടി വണ്ണമുണ്ട്. നെഞ്ചും വിരിച്ച് പുറത്തോട്ടിറങ്ങി നാരട അവിടെ എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ആരും ഒന്നും മിണ്ടത്തില്ല. പാറിപ്പോകുന്ന ചെങ്കൊടിയൊക്കെ കരത്തിനകത്തേന്തി ഇംഗ്ലാസ് സിന്താവ് വിളിച്ച് നടന്ന ഒരാളാ. സ്തോത്രം. തോക്കത്തില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ മുദ്രാവാദിയൊക്കെ വാക്യമൊക്കെ വിളിച്ചു നടന്ന ഒരാള്. അപ്പം പറഞ്ഞു, ഏത് ശാപം? എന്തോ വരത്തുവെക്ക്, വീട് ഞാൻ പണിത് കാണിക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലം എനിക്കുണ്ടെന്ന്, പോക്കറ്റിൽ പണമുണ്ടെന്ന് അപ്പൻ വീടിന്റെ അടിസ്ഥാനങ്ങൾ ഇട്ടു. ട്രിവാൻഡ്രം പട്ടണത്തിൽ നിന്ന് ആമെ പണിയാൻ വന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവർ, കൂട്ടത്തിൽ 36 വയസ്സുള്ള ഒരു യൗവനക്കാരനുണ്ട്. അവനാണ് പണിയുടെ നേതൃസ്ഥാനത്തിൽ നിൽക്കുന്നവൻ. ആ മനുഷ്യൻ അതേ സ്പോട്ടിൽ ആ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. നാട്ടിനകത്ത് കാട്ടുതീ പോലൊരു വാർത്ത വരുന്നു, അർജുന സാറിന്റെ കുടുംബ ശാപത്തിന്റെ സ്ഥലമാ. അതെന്താ? പണി ചെയ്യാൻ വന്നവനിൽ മരണം സംഭവിച്ചു. കാട്ടുതീ പോലെ വാർത്ത വരുന്നു. പിന്നത്തെ പണി ചെയ്യാൻ ആരെയും കിട്ടത്തില്ല. ദീർഘനാളുകൾ പണി മുടങ്ങിക്കിടന്നു. ആമേ സ്തോത്രം. എന്നാൽ പണിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. ഈ നാട്ടുകാർക്ക് ഒരു ഗുണമുണ്ട്, എന്നാന്നറിയാമോ? കുറെ വാർത്തയുടെ പുറകെ അവർ കുറെ നാൾ നടക്കും. പുതിയ വാർത്ത വരുമ്പോൾ അവർ പഴയത് മറന്നു പൊക്കോളും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അത് നാട്ടുകാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ടാലന്റാ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പുതിയ വാർത്തകൾ അതൊക്കെ വന്നപ്പോ ഞങ്ങളുടെ വീടും വീടിന്റെ ശാപമൊക്കെ നാട്ടുകാർ മറക്കാൻ തുടങ്ങി. ഈ സമയത്ത് അപ്പൻ പണിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. ടോപ്പ് വാർക്കുന്ന സമയം. എന്റെ അച്ഛന്റെ പെങ്ങളുടെ മകൻ തൊട്ടപ്പുറേ താമസിക്കുന്നുണ്ട്. അച്ചാച്ചൻ അന്ന് വയസ്സ് 22. പണി കാണാൻ വേണ്ടി ടോപ്പിലോട്ടൊന്ന് കയറി വന്നതാ. വാർത്ത വെച്ചിരിക്കുന്ന ഒരു പില്ലർ, അതിനകത്തേക്ക് ചാരി നിൽക്കുക. എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുക. ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ടോപ്പ് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വീഴുക. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യൗവനക്കാരനെ വാരിയെടുത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോ നാട്ടുകാരെ ഉറപ്പിച്ചു പറഞ്ഞു, ഇത് ശാപത്തിന്റെ സ്ഥലമാ, ഇത് ശാപത്തിന്റെ വീടാ. ഇങ്ങനൊരു അനർത്ഥം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊരു പ്രതികൂലം നമ്മൾ കണ്ടിട്ടുണ്ടോ? അവിടെ നിർത്തിക്കൊണ്ട് എന്റെ ആമുഖ സന്ദേശം ഞാൻ പറഞ്ഞത്, ഇതൊന്നിന്റെയും അവസാനമല്ലെന്നേ. നിന്റെ ജീവിതത്തിൽ ചിലത് ആരംഭിക്കാൻ സമയമായെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ആമേ സ്തോത്രം. അതെ, ദേശത്തിനകത്തെല്ലാം ആ വാർത്ത വരുന്നു, ഇത് ശാപത്തിന്റെ സ്ഥലമാ, ഇത് ശാപത്തിന്റെ വീടാ. അവിടെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഒരു കൊച്ചു ദൂത് കൂടെ ഞാൻ പറയാം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന നാട്ടുകാരല്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് ജാതകം എഴുതുന്നവനല്ല. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു മന്ത്രവാദിയല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പിന്നെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിനേക്കാൾ മുമ്പ് എന്നെ കണ്ടവനത്ര എന്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു.
നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പടച്ച തമ്പുരാന്റെ സാന്നിധ്യം. ഇനി ഇച്ചിരിയും കൂടെ ഇറങ്ങി ഞാനൊരു പദം പറയാ. ഞാൻ എപ്പോഴും എന്റെ പ്രസംഗവേദിയിൽ പറയുന്നൊരു പദമുണ്ട്. എന്റെ പ്രസംഗത്തിന്റെ, എന്റെ വായിൽ നിന്ന് വരുന്ന സകല വാക്കുകളുടെ ഉത്തരവാദിത്തം അതെന്റേതായിരിക്കും കേട്ടോ. സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര സജീവമായിരിക്കുന്നുണ്ടാണ് ഞാൻ ഈ പദം പറയുന്നത്. എനിക്ക് സഭയെ ഒത്തിരി ഇഷ്ടമാണ്. പലപ്പോഴും ഇവിടെ വരണം, പ്രസംഗിക്കാനല്ല, ഒരു യോഗത്തിലെങ്കിലും കുടുംബമായിട്ട് പങ്കെടുക്കാൻ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ സഭയെ കാണുന്നതെങ്കിലും ഒത്തിരി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ മെസ്സേജുകളൊക്കെ പലപ്പോഴും ഞാൻ പരതുകയും യാത്രകളൊക്കെ കാണുകയും ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട സഭ ഇതിന്റെ തുടക്ക സമയം മുതൽ ഇവിടം വരെ ദൈവം പരിപാലിച്ചല്ലോ. ഈ സഭ എൻ്റെ ഒരു സഭ പോലെ ഞാൻ കാണുന്നു. പക്ഷേ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന സകല വാക്കിന്റെ ഉത്തരവാദിത്വം ഈ സ്ഥലം സഭയ്ക്കുള്ളതല്ല, അത് എനിക്കുള്ളത് തന്നെയാണ്. സ്തോത്രം. എൻ്റെ ചേച്ചിയുടെ ആയുസ് എന്ന് പറയുന്നത് ജാതകപ്രകാരം 13 വയസ്സാ. 13ാമത്തെ വയസ്സിൽ ഇവിടെ ചത്തൊതുങ്ങുമെന്ന ജാതകപ്രകാരം. പക്ഷെ ഇന്ന് എൻ്റെ ചേച്ചിക്ക് പ്രായം 35. നിങ്ങൾ പറ, ആ സാധനം ഞാൻ എടുത്ത് കത്തിച്ച് കളയണ്ടേ? കത്തിച്ച് കളഞ്ഞെന്നേ. സ്തോത്രം. ജാതകമല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇനി ഇച്ചിരിയും കൂടെ ഇറങ്ങി ഞാനൊരു പദം പറയാ. ആമേൻ. സ്തോത്രം. മാതാപിതാക്കന്മാര് പോലുമല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന മമ്മിമാര് ദൈവത്തോട് ചോദിക്ക്, ഇതിനകത്തിരിക്കുന്ന പപ്പമാര് ദൈവത്തോട് ചോദിക്ക്. ഉദരത്തിനകത്ത് 9 മാസം കൊണ്ടു നടന്ന് വേദനയോടെ പേറി പ്രസവിച്ചതല്ലേ തമ്പുരാനെ? അതിന്റെ അസ്ഥികൾ ഒടിയുന്ന വേദന സഹിച്ച് ഞാൻ പിറന്നതല്ലേ? ജന്മം കൊടുത്തതല്ലയോ? അവൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തലക്കകത്ത് വെച്ചാൽ പേനരിക്കുമ്പോൾ, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമ്പോൾ അങ്ങനെ കൊണ്ടു നടന്ന് വളർത്തിയതല്ലയോ? എന്റെ കൊച്ചിന്റെ ഭാവി ഞാനൊന്ന് ഷെഡ്യൂൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ പോലും സ്വർഗത്തിലിരിക്കുന്ന തമ്പുരാൻ എഴുന്നേറ്റ് വന്നിട്ട് പറയോ, നിന്റെ കൊച്ചിന്റെ ഭാവി നീ പോലും നിർണ്ണയിക്കണ്ട, അത് ഞാൻ നിർണ്ണയിച്ചു വെച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുക. അല്ല, എന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് എന്റെ അപ്പനും അമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് രാവിലത്തെ യോഗത്തിൽ അഭിമന്യു എന്ന ഞാൻ പ്രസംഗിക്കാൻ ഉണ്ടാകത്തില്ല. അതെന്താ? എന്റെ അമ്മയുടെ ഉദരത്തിൽ 2ാം മാസം ഞാൻ കിടക്കുമ്പോഴാ എന്റെ അമ്മ തിരിച്ചറിഞ്ഞത് അകത്തൊരു ജീവൻ തുടിക്കുന്നുണ്ട്. പക്ഷെ എന്നെ എന്റെ അമ്മയ്ക്ക് വേണ്ട. അതെന്താ? ഞാനും കൂടെ ജനിച്ചാലേ എന്നെയും കൂടെ വളർത്താൻ ഒരു സാഹചര്യം എന്റെ വീടിനകത്തില്ല. സ്തോത്രം. എനിക്ക് മുമ്പൊരാളുണ്ട്, അതെന്റെ സഹോദരിയാ. ഇനി ഞാനും കൂടെ ജനിച്ചാൽ, അന്ന് ദാരിദ്ര്യമൊക്കെ കൊടികുത്തി വാഴുന്ന കാലഘട്ടമല്ലേ, ആകെ ഇനി ഞാനും കൂടെ ജനിച്ചാൽ എന്തോ ചെലവാ എന്ന് ചിന്തിച്ച് എന്റെ മാതാവ് എന്നെ അബോഷം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ പ്രശ്നം, അബോഷം ചെയ്യണമെങ്കിൽ പൈസ വേണം വെച്ചാ. അതുകൊണ്ട് എന്നെ അമ്മ ചെയ്തൊരു കാര്യമുണ്ട്. 2ാം മാസം വലിയ കയ്യാലയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കും. കയ്യാല എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഞാനൊരു കൊട്ടാരക്കരക്കാരനാകുന്നുണ്ട്, ആ ഭാഷയിൽ എനിക്ക് പറയാൻ അറിയാൻ പാടുള്ളൂ. സ്തോത്രം. വലിയ തിട്ടായുടെ മണ്ടയ്ക്ക് കയറി നിൽക്കും. എന്നിട്ട് 3, 2, 1 എന്ന് പറഞ്ഞ് എന്റെ മാതാവ് താഴോട്ടങ്ങ് എടുത്ത് ചാടും. ഞാനങ്ങ് ചാകുന്നെങ്കിൽ ചാകട്ടെന്ന്, എന്നിട്ട് ഞാൻ ചത്തില്ലെന്ന് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ അമ്മയോട് ആരോ പറഞ്ഞു, കപ്പയ്ക്ക ജ്യൂസ് കലക്കി കുടിച്ചാൽ മതി, കൊച്ചു കലകിപ്പൊക്കോളൂ എന്ന്. കിലോ കണക്കിന് കപ്പയ്ക്ക മേടിച്ചു, പൈനാപ്പിൾ മേടിച്ചു. തച്ചിനിരുന്ന് എന്റെ മാതാവ് ജ്യൂസ് അടിച്ചു കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്തോറും ഞാൻ പുഷ്ടി പ്രാപിക്കുന്നതല്ലാതെ കലകിപ്പോകുന്നില്ല മാമി. ഒരു ഗതിയും പരഗതിയും ഇല്ലെന്ന് കണ്ടപ്പോ കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഈ കൊച്ചിനെ വേണ്ട. ഡോക്ടർ പറഞ്ഞ കാര്യം പറ, അത് ഇത് ആക്സിഡന്റലി ഉണ്ടായതാ, അല്ല ഇതിനെ വളർത്താൻ ഒരു പ്രിപ്പറേഷൻ ഇപ്പൊ ഞങ്ങൾക്കില്ല, അതുകൊണ്ട് കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കാണ് ആവശ്യം, തീർത്ത് കളയാന്ന്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, കുറച്ച് ടാബ്ലറ്റ് കൊടുത്തു. അവൻ ഹോസ്പിറ്റലിൽ റൂമും കൂടെ കിടത്തിയിട്ട് പറഞ്ഞു, അവിടെ കിടന്നു, നാളെ രാവിലെ അബോഷനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യും. അന്ന് രാത്രി ഡോക്ടർ അങ്ങ് തിരിച്ചു വീട്ടിൽ പോയി. പക്ഷെ നിങ്ങൾക്കറിയാമോ, പിറ്റേന്ന് വന്ന ഡോക്ടർ എന്റെ അമ്മയോട് ചോദിക്കുക, ഈ കുഞ്ഞിനെ നമുക്ക് കൊല്ലണോന്ന്. അമ്മ ചോദിച്ചു, അതെന്നാ പറച്ചില്ല, ഇന്നലെ സമ്മതിച്ചേച്ചും പോയതല്ലേ അമ്മ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, സമ്മതിച്ചിട്ട് പോയതുള്ളത് ശരിയാ, പക്ഷെ ഇന്നലെ രാത്രി പോയി കിടന്നിട്ടേ എനിക്ക് സ്വസ്ഥതയോടെ ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. യേശുവിനെ അറിയാത്ത, എന്റെ മുഖം കാണാത്ത ഡോക്ടർക്ക് സ്വസ്ഥത കൊടുക്കാത്തവനെയാ ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ സന്തതി വാഗ്ദത്ത സന്തതിയാണെങ്കിൽ ഒരു ഫറവോനെ ശക്തിക്കും ദൈവം വിട്ടുകൊടുക്കത്തില്ലെന്ന്. നിന്റെ സന്തതി പ്രോമിസ് ആണെങ്കിൽ ഒരു ഹെരോദ മണ്ഡലത്തിനു അകത്ത് അഭിഷേകമുള്ള ദൈവമക്കൾ ആത്മാവിൽ ശബ്ദമുയർത്തി സ്തോത്രം പറഞ്ഞിട്ട് പറ, എന്റെ സന്തതി വാഗ്ദത്ത സന്തതിയാണെങ്കിൽ, എന്റെ കുഞ്ഞ് പ്രോമിസിന്റെ സൺ ആണെങ്കിൽ രക്തം ശയ്യം, രക്തം ശയ്യം, രക്തം ശയ്യം, രക്തം ശയ്യം, രക്തം ശയ്യം, രക്തം യേശുവ രക്തം, രക്തം ശയ്യം. രൂഢപരന്തല വൈഡപരന്തക രക്തല ഭക്ഷപരന്തല വൈഡപരന്തക രക്തരവസ്തകരാദി. യേശുവിന്റെ മഹത്വം ഇന്ന് രാവിലെ ഞങ്ങളുടെ നടുവിൽ വാഴുമവിന അരകപരം ഷാദകലം വേദകസി ഇരിക്കുന്ന ചില മാതാപിതാക്കന്മാരോട് ഞാൻ പ്രവചിച്ചു പറയാ, നിന്റെ സന്തതി വാഗ്ദത്ത സന്തതിയാണെങ്കിൽ ഒരു ഫറവോനെ ശക്തിക്കും ദൈവം വിട്ടുകൊടുക്കത്തില്ല, ഒരു ഹെരോദ മണ്ഡലത്തിനും ദൈവം വിട്ടുകൊടുക്കത്തില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ പറ, എന്റെ കുഞ്ഞി ദൂത് കേൾക്കാൻ ഇവിടെ ഇല്ല. എന്റെ കുഞ്ഞായിരിക്കുന്ന ഹോസ്റ്റലിനകത്ത്, എന്റെ കുഞ്ഞായിരിക്കുന്ന റൂമിനകത്ത് ഈ ദൂത് ഇന്ന് രാവിലെ വാഴാൻ പോകും. സ്തോത്രം. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ
കരങ്ങളെല്ലാം ചേർത്തടിച്ച് ആത്മശക്തിയോടെ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ വാഴട്ടെ. പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ വാഴട്ടെ. ഒരു ഹെരോദ മണ്ഡലത്തിനുമില്ല, നിന്റെ സന്തതിയെ വിട്ടുകൊടുക്കത്തില്ല. പരിശുദ്ധ ആത്മാവിന്റെ പ്രോമിസ് അതിനെ കുറിച്ചുണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ആ ദൂത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ൂടംബാരം ശാരംബാലം ധേരം ധേരം വൈഡംബാലം ധേരഗദാനക ധേനഗദാനക ധേനഗദേനക ധീനഗദേ അന്തലഗത്തി ശംബലഗത്തി ശംബലഗത്തി വൈഡബരംദക രത്തകലസ്തക രാധകരന്തല വൈഡബനെ അത്തലഗത്തി ശംബലഗത്തി ശാദകരംദല വൈഡബരംദക രൂഢബരംശബരംദല വൈഡബരംദക രംദല വൈഡബനെ റിക്തലഗത്തി ശംബലഗത്തി ശാദനഗത്തി ശംബലഗ റിക്തകലക്ഷക രംദല വൈഡം ധൂടം ഭാരം ശാരം ധേരം ധീരം ധേരം വൈഡം ദേ അത്തുല ബത്തുല ബംദല ബംതുല നഗതേനക ധീനഗദ ലക്തക രക്തക രക്തക ലക്ഷക രംദല ബത്തുല വംശബ രംദല വൈഡബ രംദല വൈത്വക നേദക നാദക നേദക ലക്തകനെ രക്തക്ഷാന ധീരത്തേല ശാന ധേരേ ധീര ദാന ധൂഡ ബാന ശാന ധേരേ ധീര അംദല ബാനെ വിക്തകരേദി രക്തകരേദി ശാനഗദേനെ ധൂഡാമാന വിക്തകരേദി രക്തകരേദി രക്തം ശായ രക്തം ശായ രക്തം ശായ രക്തം ശായ ൂഢാമാന രക്തകരേദി ഹസ്തകരേദി രംദല വൈത്തുര വംശബരംദല ധൂഢബരംദല വൈഡബരംദല ധീനക ധേനക ധീനക ധാനക ധീനക ധേനക ധീനക ധേനക ധൂഢബരംശബരംദല വൈഡ ധീന ദാന രക്തം ശയ്യം രക്തം ശയ്യം രക്തം ശയ്യം രക്തം ശയ്യം രക്തം ശയ്യം രക്തം ശയ്യം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുക. പലതും പറഞ്ഞ് ഡോക്ടർ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി എന്റെ മാതാവിനെ. പലതും പറഞ്ഞ് ഡോക്ടർ എന്റെ മാതാവിനെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി. അവസാനം എന്റെ മമ്മി പറഞ്ഞു, ആമേൻ സ്തോത്രം, എന്നാ പിന്നാട്ടെ വരനടുത്ത് വെച്ച് കാണാം, ഇനി ഒരു കൊച്ചും കൂടെ, ആമേൻ, അല്ലാതെ പിന്നെ എന്നാ ചെയ്യാനാ, എന്നാ പിന്നെ സാറേ അബോഷം വേണ്ട, അബോഷം വേണ്ട എന്നുള്ളൊരു ക്രമീകരണത്തിൽ എന്റെ മാതാവ് ഹോസ്പിറ്റൽ റൂം വിട്ട് പുറത്തോട്ടിറങ്ങാൻ നേരം ഡോക്ടർ കൈയടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കൊച്ചു പ്രശ്നമുണ്ട്. എന്നാ, ഇന്നലെ രാത്രി ഒരു ഇഞ്ചക്ഷൻ തന്നില്ലേ, കുറെ ടാബ്ലറ്റ് ഒക്കെ വാരി കഴിച്ചതല്ലേ, അതിന്റെ സൈഡ് എഫക്റ്റ് കൊച്ചിനുണ്ടാകും. അമ്മ ചോദിച്ചു, അതിനിപ്പോൾ എന്നായിരിക്കും? അതൊരു കാലിന് നീളം കൂടുതലോ നീളം കുറവായിരിക്കും, നല്ലോണം നോക്കിക്കോണം കേട്ടോ, മീറ്റ് കഴിയുമ്പോൾ ഞാൻ ചാടിക്കുത്തി ഇറങ്ങിപ്പോവും, സ്തോത്രം. അല്ലെങ്കിൽ തലയൊട്ടി, കണ്ണിന്റെ കാശ്, എന്തെങ്കിലും ഒരു കൊച്ചു പ്രശ്നം ഉണ്ടാകും, സ്തോത്രം. എന്റെ മാതാവ് ഈ പൈതൽ എന്താകും എന്നൊരു ചിന്തയിലാണ് റൂം വിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. ബൈബിളിനകത്ത് അങ്ങനെ ഒരു വാക്യമുണ്ട്, വായിച്ചിട്ടുണ്ടോ? ഈ പൈതൽ എന്താകും, വായിച്ചിട്ടുണ്ടോ? എവിടാ? യോഹന്നാന്റെ ജനനത്തിൽ യോഹന്നാനെ കാണാൻ വന്ന, ഞാൻ അവരെ വിളിക്കുന്ന മാനേഴ്സ് ഇല്ലാത്ത നാട്ടുകാർ, ബേബി കിറ്റും കൊടുത്ത് കൊച്ചിന് ഉമ്മയും കൊടുത്തിട്ട് പോകാനുള്ളതിന് പകരം മാനേഴ്സ് ഇല്ലാത്ത നാട്ടുകാർ ചോദിച്ചു, ഈ കൊച്ചെന്താകുമെന്ന്. അടുത്ത വാക്ക് എനിക്ക് ബൈബിളിൽ ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ അപ്പൻ സെക്കരിയാവ് കൈയെല്ലാം കൂടി ചുരുട്ടി പിടിച്ച് മേളിലോട്ട് കെട്ടി വെച്ചിട്ട്, ആഹാ എന്റെ കൊച്ചെന്താകുമെന്ന് ചോദിച്ചോ, നിന്റെ കൊച്ചെന്താകും? അങ്ങനല്ല, അവന്റെ അപ്പ സെക്കരിയാവ് പരിശുദ്ധാത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. നീയോ പൈതലേ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടോ, നിന്റെ കൊച്ചെന്താകുന്ന നാട്ടുകാര് ബുദ്ധി കൊണ്ട് ചോദിക്കുമ്പോ അകത്ത് അഭിഷേകമുള്ള ദൈവമക്കൾ ബുദ്ധി കൊണ്ടല്ല മറുപടി പറയേണ്ടത്, അകത്തെ ആത്മശക്തി കൊണ്ട് മറുപടി പറയണോ. നീ ദൈവത്തിന്റെ പ്രവാചകനായി മാറോ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്വപ്നം പറയും. അങ്ങനെ എന്റെ മാതാവ് ഇനിയിപ്പോ ഇതെന്നാ ബൈ ബർത്തിലേ അറിയാൻ പറ്റുള്ളൂ, ഇനി എന്നാ കാലിന് പ്രശ്നം ഉണ്ടാക്കുന്ന എന്നൊരു ചിന്തയിൽ റൂം വിട്ട് പുറത്തോട്ടിറങ്ങുകയാണ്. സ്തോത്രം. എന്റെ മാതാവ് സാക്ഷ്യം പറയുമ്പോൾ എടുത്തൊരു പദം പറയും, ആമേൻ. ആ ലേബർ കുമ്മി കിടക്കുന്ന എല്ലാ അമ്മമാരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ജന്മം കൊടുക്കുമ്പോൾ അവർ അപ്പനവരെ കാണാൻ വന്നത് വലിയ ലഡുവും ജിലേബിയൊക്കെ മേടിച്ചോണ്ടാടാ. പക്ഷെ നീ ജനിച്ചപ്പോൾ നിന്റെ അപ്പൻ നിന്നെ കാണാൻ വന്നത് നീളോട് ടേപ്പും മേടിച്ചോണ്ടാണ്. സ്തോത്രം. കാലൊക്കെ അളന്ന് നോക്കാം കൃത്യമാണോ എന്ന്. നേഴ്സ് ചോദിച്ചു, ഈ മനുഷ്യൻ പിടിച്ച് കൊച്ചുകാല് കാണിച്ച് എന്നാ കാണിക്കുന്നത്? എൻ്റെ അപ്പം പറഞ്ഞു, ചുപ്പരഹോ മിണ്ടല്, കാലിന്റെ നീളമൊക്കെ കറക്റ്റാണെന്ന് നോക്കിക്കോട്ടെ എന്ന്. എൻ്റെ തമ്പുരാനിച്ച് നീളം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന നമ്മുടെ പപ്പയല്ല, മമ്മിയല്ല, ജാതകമിടുന്നവനല്ല, മന്ത്രവാദിയല്ല, ഉദരത്തിനകത്തുരുവാകുന്നതിനേക്കാൾ മുമ്പ് കണ്ട എന്റെ സ്വർഗത്തിലെ ദൈവമായി എന്റെ കുഞ്ഞിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുന്ന രാത്രിയിൽ ഫ്രണ്ടിലോട്ടൊരു കസേര വലിച്ചിട്ട് ശാപം പിടിച്ച വീടിന്റെ അങ്കണത്തിനകത്തിന്റെ മാതാവ് മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തു. ഇനി പോയി പ്രാർത്ഥിക്കാത്ത സ്ഥലങ്ങളില്ല, ഇനി കഴിക്കാത്ത ഒരു പരിപാടിയും ബാക്കിയില്ല. ഇനിയിപ്പോ രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അതെന്നാ? രക്തബന്ധങ്ങൾക്കില്ലാത്ത പ്രയാസം, ബന്ധുമിത്രാദികൾക്കില്ലാത്ത പ്രയാസം, നാട്ടുകാർക്കില്ലാത്ത പ്രയാസം, ഞങ്ങളുടെ വീടിനെതിരെ ആഞ്ഞടിച്ചു
കൊണ്ട് ഉയരുന്നെങ്കിൽ ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആമേൻ. മരിക്കുക. ഇന്ന് രാത്രിയിൽ മരണം കൊണ്ടെല്ലാം അവസാനിപ്പിക്കാം. ഒരു വിഷക്കുപ്പി അല്ലെങ്കിൽ ഒരു പിടി തുണ്ടുകയറ്. അന്ന് രാത്രി മരണത്തെ മുഖാമുഖം കണ്ട് ശാപം പിടിച്ച വീടിന്റെ അങ്കണത്തിൽ കസേര വലിച്ചിട്ടിരിക്കുന്ന രാത്രി, ആ രാത്രി എന്റെ മാതാവ് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു ഇതിന്റെ അവസാനത്തെ രാത്രിയാണ്. പക്ഷേ അന്ന് രാത്രിയിൽ എന്റെ മാതാവ് മരണം എന്ന് മനസ്സുകൊണ്ട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 2 വീടപ്പുറം മാറി ഒരു പെന്തക്കോസുകാരൻ ഉപദേശി, ഞങ്ങളുടെ നാട്ടിനകത്ത് അങ്ങനെ ഒരു ഉപദേശിയുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോയാൽ നന്ദികേടാകോ. കാലിനൽപ്പ സ്വാധീനത്തിന്റെ കുറവുണ്ട്. മുടന്തി ഞങ്ങളുടെ നാട്ടിലോട്ട് വരൂ. എല്ലാ നാട്ടിലും അങ്ങനെയുള്ള സുവിശേഷകന്മാരുണ്ടെന്നാ ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ നാട്ടിൽ അവരെ സഞ്ചാരി ഉപദേശി എന്നും സഞ്ജു ഉപദേശി എന്നും ഒക്കെ സുവിശേഷകന്മാരെന്നൊക്കെ പറയും. എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ട്, ഇവിടെയും അങ്ങനെ ഉണ്ട്. വീടാന്തരം കയറി ഇറങ്ങി ട്രാക്ടൊക്കെ കൊടുത്ത് എനിക്ക് തോന്നുന്നു പ്രതിഫലം വിഭജിക്കുന്ന നാളിൽ ഞങ്ങളെക്കാൾ കൂടുതൽ അവർക്കാണ് പ്രതിഫലം കിട്ടാൻ സാധ്യത. വെയിലെന്ന് നോക്കാതെ മഴയെന്ന് നോക്കാതെ വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷമൊക്കെ പറയുന്ന സാധുക്കളും സാധാരണക്കാരുമായ ദൈവദാസന്മാർ. ആമേൻ. അങ്ങനെ ഒരു മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ മാസവും വരും. അദ്ദേഹത്തെ കാണുമ്പോഴേ വീടുകളെല്ലാം കൊട്ടിയടയ്ക്കും. പക്ഷെ അദ്ദേഹത്തിന് അതൊരു വിഷയമല്ല. എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്ത് വരും, വീടാന്തരം കയറി ഇറങ്ങി പ്രാർത്ഥിക്കോ. അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. എന്റെ മാതാവ് മരിക്കാനിരുന്ന രാത്രിയുടെ പകലുണ്ടല്ലോ, ആ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. പകൽ തുടങ്ങിയ തന്റെ സുവിശേഷ പ്രവർത്തനം വച്ച വൈകിട്ട് പരിസമാപ്തിയിലേക്ക് എത്തിക്കുക. ആരെങ്കിലും തനിക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടോ അതെനിക്കറിയത്തില്ല. പക്ഷെ വൈകിട്ട് തന്റെ സുവിശേഷ പ്രവർത്തനം അവസാനത്തെ വീട്ടിലും കയറി പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരമേ സ്വർഗം തുറന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, എന്റെ ഭക്തനെ, ഇന്ന് രാത്രി നീ ദേശം വിട്ടു പോകല്ലേ, ഈ ദേശത്തിന്റെ നടുവിൽ ഒരു പ്രാർത്ഥന നീ സംഘടിപ്പിക്കണം. ആ മനുഷ്യൻ ചോദിച്ചു, പ്രാർത്ഥനയോ? എന്തിനാപ്പാ? ദൈവം തന്നോട് ഉറപ്പിച്ചു പറഞ്ഞു, ഇന്ന് രാത്രി ദേശത്തിനകത്ത് നീ ഒരു പ്രാർത്ഥന യോഗം സംഘടിപ്പിച്ചാൽ മരണത്തിന്റെ കുരുക്കുകളെ ഇന്ന് രാത്രി ഞാൻ അഴിച്ചു കാണിക്കോ. ദൈവം തന്നോട് പറഞ്ഞതിന്റെ ഒറ്റപ്പേരിൽ ഓടനാവട്ടം മർത്തോമ പള്ളിയിൽ പോകുന്ന കുഞ്ഞുമോൾ എന്ന് പറയുന്ന സഹോദരി, ഞാൻ ആ പേരൊക്കെ എടുത്തു പറയുന്ന സാക്ഷ്യത്തിന്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാകാനാ. ആമൻ. ഓടനാവട്ടം മർത്തോമ പള്ളിയിൽ പോകുന്ന കുഞ്ഞുമോൾ എന്ന് പറയുന്ന സഹോദരിയുടെ വീടിനകത്ത് കയറി ആ മനുഷ്യൻ ചോദിച്ചു, സഹോദരി ഇത്തിരി നേരത്തേക്ക് വീടൊന്ന് വിട്ടുതരാമോ? ആ സഹോദരി ചോദിച്ചു, എന്തോ പാസ്റ്ററെ കാര്യോ? അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നോട് പറയുന്നു ഇന്ന് രാത്രി ദേശത്തിനകത്ത് മരണത്തിന്റെ കെടികളെ അഴിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ആ സഹോദരിയുടെ ഹൃദയം, ലുദിയായുടെ ഹൃദയം തുറക്കപ്പെട്ടതുപോലെ തുറക്കപ്പെട്ടിട്ട് ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററുടെ കാര്യം ചെയ്യ്, വീടിനകത്ത് കൊച്ചു വീടാ, ആമൻ, കുഞ്ഞൊരു വീടാ, വീടിനകത്ത് പ്രാർത്ഥന നടത്തിയാൽ ആരറിയാനാ? പാസ്റ്ററുടെ കാര്യം ചെയ്തോ, വീടിന്റെ മിറ്റം തെരഞ്ഞെടുത്തോ, ചരല് കൊണ്ട് നിറയപ്പെട്ട മിറ്റം, ഒന്നും നോക്കിയില്ല, കുറെ പുൽപ്പാ വാരിക്കൊണ്ടിട്ടു. ആമൻ. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അനുഗ്രഹിക്കപ്പെട്ട സൗണ്ട് സിസ്റ്റം, മനോഹരമായ നല്ല ഫീഡ്ബാക്ക്. ഒരു കൊച്ചു സെൻട്രൽ കൺവെൻഷന് പ്രസംഗിക്കുന്ന എല്ലാ സിസ്റ്റങ്ങളും ഇവിടെ ഉണ്ട്. എനിക്ക് ഒട്ടും സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നില്ല. പക്ഷേ ആമൻ, ഞങ്ങളുടെ ദേശത്തിനകത്ത് ഉപദേശി സ്വോത്രം പറഞ്ഞു തുടങ്ങുന്ന മീറ്റിംഗിനകത്ത് ഒറ്റ മൈക്ക് സെറ്റ് ഇല്ല, ഒരു ട്യൂബിന്റെ വെളിച്ചവും ഇല്ല. ദൈവം തന്നോട് പറഞ്ഞ രാത്രിയിൽ പെട്ടെന്ന് ക്രമീകരിക്കപ്പെട്ട യോഗം. ആ വീട്ടിൽ നിന്ന് അരണ്ടിറങ്ങുന്ന വെളിച്ചത്തിനകത്ത് കൃപ പ്രാപിച്ച ഉപദേശി ആ പുൽപ്പായ്ക്കകത്ത് മുട്ടുമടക്കി തന്റെ പതിഞ്ഞ സ്വരത്തെക്കാൾ ശബ്ദമുയർത്തി ആ മനുഷ്യൻ സ്തോത്രം ചൊല്ലാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ദൈവം ഒരു ഉണർവ് അയച്ചു. ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ റിവൈവൽ നടക്കുന്നേ. പേരിന് മാത്രം ഞായറാഴ്ച പള്ളിയിൽ പോയിരിക്കുന്ന ക്രിസ്ത്യാനി കുടുംബങ്ങൾ ഒരുങ്ങിയിറങ്ങി ഒരു കുഞ്ഞാടിനെ പോലെ യോഗത്തിൽ വന്നിരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സ്ഥലം സഭ ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് ഞാൻ പറയാ, അഭിഷേകമുള്ളവന്റെ വായിന്ന് വീഴുന്ന സ്തോത്രത്തിനൊരു ശക്തി ഉണ്ടച്ചാ. ദേശത്തിനകത്ത് കൊട്ടിയടക്കപ്പെട്ടു പോയ ചില വാതിലുകൾ ഒരു കാന്തം മുട്ടുസൂചി ആകർഷിക്കുന്നത് പോലെ ദൈവം ചിലതിനെ വലിച്ചു പുറത്തു കൊണ്ടുവരാൻ അഭിഷേകമുള്ളവന്റെ ശക്തിക്കൊരു പ്രാധാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ആ മനുഷ്യൻ നോക്കിയപ്പോ 8-9 ക്രിസ്ത്യാനി കുടുംബങ്ങൾ വന്നിരിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ ചോദിച്ചു, കർത്താവ്, ഈ സഹോദരിയാണോ നിനക്ക് മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പദ്ധതി? ദൈവം പറഞ്ഞു, അവളല്ല. അടുത്ത ആളിനെ ചൂണ്ടിട്ട് പറഞ്ഞു, ഈ സഹോദരിയാണോ? ആ മനുഷ്യനോട് പറഞ്ഞു, അതല്ല, ഒരുവൾ ഉണ്ടടാ, അവളെ ഇന്ന് രാത്രി ഞാൻ ഈ പായ്ക്കകത്ത് കൊണ്ടുവരും. ആ മനുഷ്യൻ ചോദിച്ചു, ഇനി ഞാൻ എന്നാ വേണം കർത്താവേ? ദൈവം തന്നോട് പറഞ്ഞൊരു പാട്ടുപാടി എന്നെ ആരാധിക്കണം. തന്റെ മുഴുവൻ ആർജവും ശബ്ദം എടുത്തു. ക്രൈസ്തവ കൈരളിക്ക് മറക്കാൻ കഴിയാത്ത പാട്ടിന്റെ ശബ്ദം താൻ പാടാൻ തുടങ്ങി. പാട്ടിന്റെ ആദ്യത്തെ ഈരടികൾ ഇങ്ങനെ ആരംഭിക്കുന്നു, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുമോ? ആ മനുഷ്യൻ അന്ന് രാത്രി പാടി തുടങ്ങിയ പാട്ട് എനിക്ക് ഇന്നും അറിയത്തില്ല അവിടെ ഇരുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനികളെ ആ പാട്ട് സ്പർശിച്ചോ എന്ന്. പക്ഷെ അമ്മാമെ 2 വീട് അപ്പുറം മാറി ഒരു ശാപം പിടിച്ച വീടിന്റെ അങ്കണത്തിൽ അന്ന് രാത്രി മരണം കാത്തിരിക്കുന്ന ഹൈന്ദവ മാർഗത്തിനകത്തുള്ള എന്റെ മാതാവിന്റെ കാതിനകത്തല്ല, ഹൃദയത്തിനകത്തേക്ക് അവര് വന്ന് പതിച്ചു. ആദ്യമായി എന്റെ അമ്മ ജീവനുള്ള യേശുവിനോട് പ്രതികരിക്കാൻ തുടങ്ങി. കരുതുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? കലങ്ങുന്നത് എന്തിനാന്ന് ചോദിക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? മീറ്റിംഗിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ കഴിയുന്നില്ല. ആ പാരമ്പര്യത്തിന്റെ കസേരയിൽ താൻ പിടിമുറുക്കിയിരിക്കുമ്പോ പാട്ടിന്റെ 2ാമത്തെ സ്റ്റാൻസ് എത്തി, ഞാൻ അബ്രഹാമിന്റെ ദൈവമല്ലയോ, ഞാൻ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ?
അറിയോ, ഈ വരി കേട്ടപ്പോ പിന്നെ എന്റെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എന്റെ മാതാവ് കസേര വിട്ട് ചാടി എഴുന്നേറ്റു. ആമേൻ. മീറ്റിങ്ങിനെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ പബ്ലിക്കിൽ ഇരിക്കാൻ എന്റെ അമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ട് എന്റെ അമ്മ ചെയ്തൊരു കാര്യമുണ്ട്. ആ മിറ്റത്തിന്റെ ഓരം ഇങ്ങനെ തെന്നി മാറി ഏറ്റവും പുറകുവശത്ത് നട്ടിരുന്നൊരു വാഴയുണ്ട്. ആ വാഴയുടെ ചെളിക്കൂട്ടത്തിനകത്തേക്ക് സാധുവായി എന്റെ മാതാവ് പോയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിച്ചു. എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഒരു പദം ഞാൻ ഇറങ്ങി പറയാറുണ്ട്, എല്ലാ വേദിയിലും ഞാനത് പറയാറുണ്ട്. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്റെ മാതാവ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഫാനിന്റെ കീഴിലല്ല, ഒരു AC റൂമിനകത്തല്ല, ശീതീകരിച്ചൊരു അന്തരീക്ഷത്തിനകത്തല്ല, ഒരു പായ്ക്കകത്ത് പോലുമല്ല. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്റെ മാതാവ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു വാടിയുടെ ചെളിക്കകത്തിരുന്നു കൊണ്ട്. അവിടെ നിന്നുകൊണ്ട് ഞാൻ കൊച്ചു ദൂത് പറയാ, സ്വർഗത്തിനകത്തൊരു വലിയ ഡയറി ഉണ്ടെങ്കിൽ അത് നീതിയുടെ ഡയറി ആണെങ്കിൽ, അത് കർത്താവ് നീതിപൂർവം എന്തെങ്കിലും എഴുതി വെക്കാറുണ്ടെങ്കിൽ അന്നേ ദൈവം എഴുതി വെച്ചു കാണും. അമ്മാമേ, ഇന്ന് നീ വാഴയുടെ ചുവട്ടിലായി ഇരിക്കുന്നേ, ഇന്ന് നീ ചെളിക്കൂട്ടത്തിനകത്തായി ഇരിക്കുന്നേ, ഇന്ന് നീ കഷ്ടതയുടെ കണ്ണുനീരിനകത്തായി ഇരിക്കുന്നേ. പക്ഷെ ഞാൻ നിന്നെ നോക്കി ഒരു പ്രോമിസ് പറയാ, നിന്റെ ഇരിപ്പ് ഇവിടാണെങ്കിലോ, നിന്റെ തുടക്കം ഇവിടാണെങ്കിലോ, നിന്റെ ഒടുക്കം ഇവിടാകാൻ സാധ്യതയില്ല. നിന്റെ ഒടുക്കം ഇവിടാകാൻ സാധ്യതയില്ല. ഞാൻ കുഞ്ഞുങ്ങളെ മാനിക്കും കേട്ടോ, ഞാൻ തലമുറകളെ അങ്ങ് നീതിയാക്കി കടക്കിടും കേട്ടോ, കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരാൻ കേട്ടോ. എല്ലാ പ്രസംഗവേദിക്കകത്തും ഞാൻ ഈ വാക്ക് എടുത്തു പറയുന്ന ഒരാളാണ്. ഇന്ന് അഭിമന്യു പാസ്റ്റർക്ക് 10 മാന്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് ദൈവം 10 വേദി തന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴും അല്ല, പക്ഷെ ചില മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ വണ്ടിക്കകത്തിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. സാധാരണ ഞാൻ എൻ്റെ മീറ്റിങ്ങിൽ ആരെയും കൊണ്ടുപോകാറില്ല. ഒന്നുകിൽ എൻ്റെ വൈഫ് എൻ്റെ കൂടെ വേണം, അല്ലാതെ ചർച്ചിൽ ഇന്നും വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അവരെ ആരെയും കൊണ്ടുപോകാൻ മാനുഷിക തലത്തിൽ എനിക്കിഷ്ടമല്ല. കൊണ്ടുപോയാൽ എനിക്ക് സന്തോഷമാണ്, എനിക്ക് അത്ര സ്ട്രെയിൻ കുറച്ച് വണ്ടി ഓടിച്ചാൽ മതി. പക്ഷേ അവരെ ഞാൻ കൊണ്ടുപോകാത്തതിൻ്റെ കാര്യം, വണ്ടിക്കകത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ദൈവത്തോട് ഒത്തിരി സംസാരിക്കുന്നേ. ചിലപ്പോൾ കണ്ണൊക്കെ നിറയും. ഞാൻ ദൈവത്തോട് ചോദിക്കും, അപ്പാ, ആ മീറ്റിങ്ങിൽ പോകാൻ ഞാൻ പ്രാപ്തനല്ല, അവിടെ പ്രസംഗിക്കാൻ ഞാൻ യോഗ്യനല്ല. ചില രാജ്യങ്ങൾക്കകത്ത് എമിഗ്രേഷന് ക്യൂ നിൽക്കുമ്പോൾ, ചില എയർപോർട്ടുകൾക്കകത്ത് ചെന്നിറങ്ങുമ്പോൾ, ചില വേദികൾക്കകത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, അപ്പാ, ഇവിടെ വരാൻ ഞാൻ പ്രാപ്തനല്ല. അപ്പോഴെല്ലാം ദൈവം എൻ്റെ കാതിനോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എടാ, അത് നിൻ്റെ പ്രസംഗത്തിൻ്റെ കൂടുതലല്ലടാ, അത് നിൻ്റെ പ്രവചനത്തിൻ്റെ കൂടുതലല്ല, അത് നിന്റെ വാക്ചാതുര്യമല്ല. അല്ലച്ചാ, എനിക്കുറപ്പാ കാര്യം, ഇന്നും എന്നെക്കാൾ പ്രസംഗിക്കുന്നവർ കേരളത്തിനകത്തുണ്ട്, എന്നെക്കാൾ പ്രാർത്ഥിക്കുന്നവർ ഇന്നും കേരളക്കരയിലുണ്ട്. ദൈവം എന്നോട് പറയും, നോ, അത് നിന്റെ വാക്ചാതുര്യമല്ല. പിന്നെ നിന്റെ മാതാവ് 25 വർഷങ്ങൾക്ക് മുമ്പ് ആ വാടിയുടെ ചുവട്ടിനകത്തിരുന്നപ്പോ ഞാനൊരു പ്രോമിസ് പറഞ്ഞായിരുന്നു, കുഞ്ഞുങ്ങളെ ഞാൻ മാനിക്കും കേട്ടോ, തലമുറകളെ ഞാൻ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരും, അവരെ ഞാൻ എന്തായാലും കൈവിടത്തില്ല. ഇന്ന് രാവിലെ ഈ പ്രസംഗവേദിക്കകത്ത് നിൽക്കുമ്പോൾ ഇരിക്കുന്ന സകല മാതാപിതാക്കന്മാരോട് ഞാൻ പറയാം, കരിസ്മ ക്രൂസൈഡിൻ്റെ 2ാമത്തെ പകൽ ഈ ചൂടത്ത് നിങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ നീതി ഇന്നല്ല ദൈവം വെളിപ്പെടുത്തുന്നേ. മക്കളുടെ കാലഘട്ടം ഒന്ന് എത്തട്ടെ, കൊച്ചുമക്കളുടെ കാലഘട്ടം ഒന്ന് എത്തട്ടെ. അവൻ അസാധാരണമായി നിന്നെ മാനിക്കുന്ന ദൈവമാ. അല്ല, പാട്ടുകാരൻ പാടുന്നത് പോലെ, അന്നേ മരിച്ചുപോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേനെയാ വൻ നരകമതി. സ്തോത്രം. പാപത്തിന്റെ കുടഞ്ഞ ചേറ്റിനകത്താണ്ടുപോയ നമ്മളെ പാറമേൽ കരം പിടിച്ചുയർത്തിയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമല്ലയോ ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസവും ഞാൻ എൻ്റെ സഹോദരിയെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ, നമ്മുടെ മേൽ ഇത്രയും മാന്യത വെളിപ്പെട്ട് വന്നതിൻ്റെ രഹസ്യം നിനക്കറിയാവോ? അവളും നിസ്സംശയം എന്നോട് പറഞ്ഞു, അറിയാം, നമ്മുടെ മാതാവ് അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ നീതിയല്ലയോ. പാട്ടുകാരൻ പാടുന്നത് പോലെ ആഴിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, അങ്ങ് എടുത്ത് ചാടുകായിരുന്നു പ്രിയനെ. അങ്ങനെ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ എടുത്തു വെച്ച പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിനകത്ത് വന്നിട്ടില്ലയോ? എനിക്കറിയാം, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാൽച്ചുവടിലത്രേ. അന്ന് കളിയാക്കൽ ഒത്തിരി അനുഭവിച്ചതാ. രക്തബന്ധങ്ങൾ ആഗ്രഹിച്ച വിവാഹങ്ങൾ നടത്തുമ്പോഴും നീ വിവാഹത്തിന് വരണ്ടെന്ന് പറഞ്ഞ് പേരെഴുതി തള്ളി മാറ്റിയവർ ഈ കൂട്ടത്തിനകത്തില്ലേ? പക്ഷെ തമ്പുരാന്റെ ലിസ്റ്റിനകത്ത് അവൻ നമ്മുടെ പേരെഴുതി ചേർത്തില്ലേ? ഇത് ദൈവത്തിന്റെ മാന്യതയല്ലാതെ വേറെന്നാ? ഇന്ന് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഒരുത്തൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ
ആദ്യം അഡ്രസ്സ് എടുത്ത് ആദ്യം നമ്പർ എടുത്ത് വിളിക്കും. നിങ്ങൾക്കന്ന് സമയമുണ്ടോയെന്നാ. അന്ന് സഹിച്ച സകല നിന്നയുടെയും സകല പഴിയുടെയും മറുപടികൾ വാഗ്ദത്തം നൽകിയപ്പോൾ ഒരുമിച്ച് നൽകി മാനിച്ചൊരു ദൈവം. ആമേൻ. ദാവീദ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദാവീദ് പറയാച്ച ഏറ്റവും ശക്തമായൊരു വാക്കാ, ഞാൻ ബാലനായിരുന്നെന്ന്, പക്ഷെ ഇപ്പം ഞാൻ വൃദ്ധനാണെന്ന്. ഇതിനിടെ ദാവീദ് പറയാ, ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ഹലോ, ബാലന്റെ വൃത്തന്റെ ഇടയിൽ നീ എന്തെല്ലാം കണ്ടിട്ടുണ്ട് ദാവീദേ? ദാവീദ് പറയും, പട കണ്ടിട്ടുണ്ട്, പടച്ചട്ട കണ്ടിട്ടുണ്ട്, യുദ്ധം കണ്ടിട്ടുണ്ട്, യുദ്ധക്കളം കണ്ടിട്ടുണ്ട്, യുദ്ധശ്രുതി കണ്ടിട്ടുണ്ട്, പക്ഷെ ബാലന്റെ വൃത്തന്റെ ഇടയിൽ ഒന്നു മാത്രം ഞാൻ കണ്ടിട്ടില്ല. എന്താ ദാവീദേ നീ കാണാത്ത? ദാവീദ് പറയാ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇറക്കുന്നതും മാത്രം ഞാൻ കണ്ടിട്ടില്ല. അതെന്താ ദാവീദേ നീ ഇതിനിടയിൽ അതുമാത്രം കാണാഞ്ഞേ? അങ്ങനെ കാണിക്കുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ ഇന്ന് രാവിലെ ആരാധിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനെ കൈവിടാത്തൊരു സ്വർഗത്തിലെ ദൈവം, പ്രാർത്ഥിക്കുന്നവനെ ഉപേക്ഷിക്കാത്തൊരു സ്വർഗത്തിലെ ദൈവം, അകം തുളയ്ക്കുന്ന വിശ്വാസത്തോടെ എത്ര ദൈവം മക്കൾക്ക് ഇന്ന് രാവിലെ പറയാൻ കഴിയുന്നുണ്ടപ്പാ, നിന്റെ നീതിയുടെ മലങ്കര ഞങ്ങളുടെ ശിരസിൽ വന്നല്ലോ. എന്റെ മാതാവ് വാഴയുടെ ചുവട്ടിനകത്തിരുന്ന് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, ജീവിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ജീവനുള്ളൊരു ദൈവമുണ്ടെങ്കിൽ. എനിക്കൊരു കാര്യം അറിയണം, എന്റെ വീടിന്റെ ശാപം അടിക്കേണ്ട, മക്കളെ മാനിക്കേണ്ട, പക്ഷേ നീ ജീവിക്കുന്നവനാണെങ്കിൽ ഈ വാഴയുടെ മറവിൽ ഞാൻ വന്നിരുന്നത് കാണാൻ കഴിവുള്ള രണ്ട് കണ്ണുകൾ അങ്ങ് ഉയരത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാപ്പാ, എനിക്ക് നിന്നെ ഒന്ന് കാണണോ. പെന്തക്കോസിലെ ആദ്യത്തെ പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്നത് യേശുവിനെ ഒന്ന് കാണണോ. ആമേൻ. എന്റെ മാതാവ് അടുത്ത് പറയുന്ന വാക്ക്, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരുവനെ കാണുകയാണ്, തേജസ്സൊക്കെ വാരി ചുറ്റിയിട്ട് മഹത്വത്തിന്റെ മേഘത്തിനകത്തേക്ക് ഒരുവൻ ഇറങ്ങി വരുന്നു. കണ്ടാൽ മനുഷ്യനെ പോലെ രൂപം, പക്ഷെ അവൻ ഇറങ്ങി വന്നതൊരു മേഘത്തിനകത്താണ്. അന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന ഒരു അമ്മൂമ്മ കഥയുടെ ദൈവമല്ല, നമ്മൾ ആരാധിക്കുന്ന ഒരു കെട്ടുകഥയുടെ ദൈവമല്ല. എന്റെ യേശുവിനെ പോലെ ജീവിക്കുന്ന വേറൊരു ദൈവമില്ല. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പറഞ്ഞേ, എന്റെ പ്രാണപ്രിയനോ അവൻ 10,000 അതിസുംബരനപ്രേ. ഇന്നും എന്റെ ശുശ്രൂഷകൾക്കകത്ത് അല്പ ക്ഷീണം വരുമ്പോ ഞാൻ ആദ്യം വിളിക്കുന്നത് എന്റെ മാതാവിനെയാ. തമ്പുരാന്റെ കൃപയാൽ ആമേൻ 14 വയസ്സിൽ എന്റെ പ്രസംഗ ജീവിതം ഞാൻ ആരംഭിക്കുന്നേ. ഇന്ന് എന്റെ പ്രായം 33. 19 വർഷങ്ങളായി പ്രസംഗ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ദൈവകൃപയാൽ ഒത്തിരി പ്രവാചകന്മാരുടെ കണക്ഷൻ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇന്നും ഒരു വിഷയം വന്നാൽ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ കഴിയുന്നതും പ്രാർത്ഥിക്കാൻ പറ്റുന്നതുമായ നിരവധി പ്രവാചകന്മാരുടെ ലിസ്റ്റ് എന്റെ ഫോണിനകത്തുണ്ട്. പക്ഷേ ഇന്നും എനിക്കൊരു ഭാരം വന്നാൽ ഞാൻ ആദ്യം എന്റെ മാതാവിനെ വിളിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് എന്റെ അമ്മയെ ഞാൻ വിളിച്ചു. അവസാനം വീണ്ടും ഒന്നുകൂടെ ആ സാക്ഷ്യം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ആ സാക്ഷ്യം ഒന്നുകൂടെ പറ, എനിക്ക് ക്ഷീണം വരുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ബലമാ. യേശുവിനെ കണ്ടു എന്നുള്ള ഭാഗം എത്തുമ്പോ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, മുഖം കണ്ടായിരുന്നോ? അമ്മ പറയും, മുഖം കണ്ടില്ലടാ, അത് തേജസ് വാരി ചുറ്റൊരു മുഖമായിരുന്നു. പക്ഷെ അവൻ എന്നെ തൊടുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. തൊട്ടതാര എന്നറിയാൻ വേണ്ടി എന്റെ മാതാവ് കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നേ, താൻ ഇപ്പൊ ഇരിക്കുന്ന വാടിയുടെ മറവിലല്ല, ആ മീറ്റിംഗിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ റോയില. ഇതിനിടയിൽ വെച്ച് എഴുന്നേറ്റത് എനിക്കറിയില്ല, നടന്നതറിയില്ല. ആകയാൽ പെന്തക്കോസിനകത്ത് ആത്മവിശ്വതയില്ലെന്ന് ആര് പ്രസംഗിച്ചാലും തിരിച്ചു ഞാൻ പ്രസംഗിക്കും. വിശ്വസിക്കുന്നവനെ അവൻ പോലും അറിയാതവൻ ഇരിക്കുന്ന ഇടത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ യോഗത്തിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകലത്തെ മീറ്റിംഗിനകത്ത് വന്നിട്ടുണ്ട്. ഉറപ്പിച്ചിന്ന് പകൽ ഞാൻ പറയാം, നീ ഇരിക്കുന്നത് കസേരക്കകത്തായിരിക്കാം, നീ ഇരിക്കുന്നത് പായ്ക്കകത്തായിരിക്കാം, പക്ഷെ ഫിലിപ്പോസിനെ ആസ്തോദിനകത്ത് എടുത്തുകൊണ്ടുപോയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും പെന്തക്കോസ് സഭയ്ക്കകത്ത് സകല മീറ്റിംഗിനകത്തും ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ പറ, എന്റെ യേശു ഇന്ന് പകലത്തെ മീറ്റിംഗിനകത്ത് വന്നിട്ടുണ്ട്. ഉറപ്പിച്ചു പറ, എന്റെ പ്രാണപ്രിയ ഇന്ന് പകലത്തെ മീറ്റിംഗിനകത്ത് വന്നിട്ടുണ്ട്. എന്റെ അരുമനാഥന ഇന്ന് പകലത്തെ മീറ്റിംഗിനകത്ത് വന്നിട്ടുണ്ട്. രക്തത്താൽ വചനത്താൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. കണ്ണ് തുറന്നു നോക്കുമ്പോ ആമേൻ, ക്രിസ്ത്യാനികളെല്ലാം പാട്ട് നിർത്തി തോളത്തോട് തോള് തട്ടി ചോദിച്ചു, ഇവൾ അർജുനൻകുട്ടിയുടെ ഭാര്യയല്ലേ, ഇവളെങ്ങനെ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ വന്നേ? എന്റെ മാതാവ് തിരിച്ചൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് കഴിഞ്ഞ 19 വർഷങ്ങളായി എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്നേ. എന്റെ മാതാവ് തിരിച്ച് ക്രിസ്ത്യാനികളോട് പറഞ്ഞു, അയ്യോ നിങ്ങൾ വിളിച്ചിട്ടല്ല ഇന്ന് രാത്രിത്തെ യോഗത്തിൽ ഞാൻ വന്നത്. ഈ പാസ്റ്റർ പോലും എന്നെ വിളിച്ചിട്ടില്ല. പകരം എന്റെ വീട്ടിൽ ഇന്ന് രാത്രി ഞാൻ മരിക്കാനിരുന്നവളാ. അവിടെ ഇരുന്നപ്പോ ഈ പാട്ട് കേട്ട വാഴയുടെ മറവിൽ വന്നിരുന്നു. അവിടെ വന്നിരുന്നപ്പോ ഞാൻ ഒരുവനെ കണ്ടു. ആരെയാ നീ കണ്ടതെന്ന് ചോദിക്കുന്നതിനേക്കാൾ
മുമ്പ് എൻ്റെ മാതാവ് തിരിച്ചു പറഞ്ഞു, ഞാൻ കണ്ടവനെ എൻ്റെ യേശുവാന്ന് എനിക്ക് മനസ്സിലാ. ലജ്ജയില്ലെങ്കിൽ കരവ് ശബ്ദമുയർത്തി പറ, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. പോരാ പോരാ, ശബ്ദമുയർത്തി പറ, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുത മന്ത്രിയായവൻ ജീവിക്കുന്നു, വീരനാം ദൈവമായവൻ ജീവിക്കുന്നു, നിത്യപിതാവായവൻ ജീവിക്കുന്നു, സമാധാനത്തിന്റെ പ്രഭുവായവൻ ജീവിക്കുന്നു, അൽഫയും ഒമേഗയും ആദിയും അന്ത്യവുമായവൻ ജീവിക്കുന്നു, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ ജീവിക്കുന്നെന്ന്, തത്വത്തിന്റെ മുദ്രയായവൻ ജീവിക്കുന്നെന്ന്, സകല പിതാക്കന്മാർക്കും ആദ്യ ജാതനായവൻ ജീവിക്കുന്നെന്ന്, ഇശായുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മുളയായവൻ ജീവിക്കുന്നെന്ന്, ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ ജീവിക്കുന്നെന്ന്, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ജീവിക്കുന്നെന്ന്, അവൻ അടച്ച ലോകത്തിലെ ഒറ്റ നേതാക്കന്മാർക്കും അത് തുറക്കാൻ കഴിയത്തില്ല. അവൻ തുറന്നാൽ അത് അടക്കാൻ കഴിവുള്ള ഒറ്റ ശക്തന്മാരും ഈ ലോകത്തിനകത്തില്ല. നിന്റെ പ്രാണപ്രിയരേതാന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുക, എന്റെ പ്രാണപ്രിയൻ 10,000 അതിസുന്ദരനാണ്, അവൻ ഷാരോനിലെ പരിണി പുഷ്പമാണ്. ആ യേശു ഇന്ന് പകലത്തെ മീറ്റിങ്ങിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരവ് ശബ്ദം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ്, എന്റെ യേശു ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്ന ഒരു അമ്മൂമ്മ കഥയല്ല. നൂറുകണക്കിന് പെന്തക്കോസ്തിന്റെ അനുഭവത്താളുകൾ തുറക്കാൻ പ്രാപ്തിയുള്ള മാതാപിതാക്കന്മാർ ഇന്ന് പകലത്തെ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. യേശു ജീവിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. ആകയാൽ വിശ്വസിക്കുന്നവ ചങ്കത്തെ കരം വെച്ച് പറ, യേശു ജീവിക്കുന്നത് കൊണ്ട്. ഉറക്കപ്പറ, യേശു ജീവിക്കുന്നത് കൊണ്ട്. ഉറക്കപ്പറ, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിച്ചിരിക്കുന്നു. 6 അടി മണ്ണിനെ ഒതുക്കാൻ കഴിയത്തില്ല. ഇനി 6 അടി മണ്ണിനകത്ത് ഞാൻ ഒതുങ്ങിപ്പോയാലും കാഹളത്തിന്റെ ശബ്ദം ധ്വനിക്കുമ്പോ യേശു ജീവിച്ചിരിക്കുന്നത് പോലെ ഞാനും മരണത്തിന്റെ വിഷമുള്ളുകളെ അടിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു മഹാദിവസം വരും. കരിസ്മ ക്രൂസേഡിന്റെ 2ാമത്തെ പകൽ അകം തുളയ്ക്കുന്ന വിശ്വാസത്തോടെ പറ, ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുന്നു. വിശ്വാസത്തിൽ വന്നാൽ മക്കളെ ആര് നടത്തുമെന്ന് ചോദിച്ചൊരു സമയമുണ്ട്. വിശ്വാസത്തിൽ വന്നാൽ നിന്റെ മക്കൾക്ക് ആര് കല്യാണം തരും എന്ന് ചോദിച്ചു. അങ്ങനെ ചോദ്യങ്ങളൊക്കെ കേട്ട ദൈവമക്കൾ ഇതിനകത്തില്ലേ? പിള്ളേരെ ആര് കെട്ടും? എൻ്റെ അപ്പനോട് അന്ന് പറഞ്ഞ പരാതികളിലൊന്നായിരുന്നു ഇത്. ഈ പിള്ളേരില്ലെന്ന്. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലെ ഹൈന്ദവ മാർഗത്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ എൻ്റെ അപ്പനോട് പറഞ്ഞത്, മതം മാറി ഇതിനകത്ത് വന്നാലേ ഇത് ഈ പിള്ളേരില്ലെന്ന്. സ്തോത്രം. ഈ പെന്തക്കോസ്തി പിള്ളേരില്ലെന്ന്. ഇത് വന്നപ്പോഴാച്ചാ മനസ്സിലായത് ഇത് ഈ പിള്ളേരുള്ളത് പോലെ വേറൊരു ജാതിയിലും ഇല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതൊക്കെ കാണാൻ എന്നാ സൗന്ദര്യ. ഓർണമെന്റ്സ് ഇല്ലോ, അതൊന്നും വിഷയമല്ല. ആമേൻ. കറുത്തതോ വെളുത്തതോ കവിളൊട്ടിയതോ അതൊന്നും വിഷയമല്ല. പക്ഷെ കാണാൻ പ്രാർത്ഥിക്കുന്നവൻ ആ മക്കളെ ഒരു സൗന്ദര്യം തന്നെയാ. സ്തോത്ര. ആമേൻ. 13 ദിവസം കൊണ്ട് എൻ്റെ ചേച്ചിക്ക് ദൈവം ഒരു കല്യാണം കൊടുത്തു. കൊല്ലത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിലാണ് വിവാഹം നടത്തിയത്. ഞങ്ങൾ ശക്തന്മാരെ അഭിഷക്തന്മാർ നിരന്നിരിക്കുന്ന വേദിയിൽ വെച്ചാ. ആമേൻ. ഞങ്ങൾക്ക് കുറെ അമ്മാവന്മാരുണ്ട്. അതിനകത്ത് 2 അമ്മാവന്മാർ ഫുഡ് കഴിച്ചിട്ട് പോയപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ കാതാലെ ഞാൻ കേൾക്കുക, ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെന്ന്. സ്തോത്രം. യേശു നിന്റെ ദൈവം എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ തീറ്റിപ്പിച്ച് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അടുത്ത ചോദ്യം എൻ്റെ ചേച്ചി നോക്കി, ഇവർക്ക് നല്ല ജോലി കിട്ടത്തില്ലെന്നാ. ഇങ്ങനെ വിശ്വാസത്തിൽ മറ്റേ മാർഗത്തിലാണെങ്കിൽ അവിടുത്തെ സംഭരണം അനുസരിച്ച് ജോലി കിട്ടും. ഇത് ഈ മതം മാറി വന്നാൽ നിന്റെ പിള്ളേർക്ക് ആര് ജോലി കൊടുക്കുമെന്നായിരുന്നു വിഷയം. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ചേച്ചിക്ക് വലിയ ജോലിയൊന്നും കിട്ടിയില്ല. വലിയ ജോലിയൊന്നും കിട്ടിയില്ല. ജർമ്മനിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അടുത്ത ചോദ്യം, പിള്ളേരുണ്ടാകത്തില്ല. അത് ഭയങ്കര വിഷയമായിരുന്നു. ശാപം പിടിച്ച വീട്ടിൽ നിന്ന് വന്നതില്ലേ, വരത്തുവൊക്കെയുള്ള മണ്ണിൽ നിന്ന് വന്നതില്ലേ, പിള്ളേരുണ്ടാവത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് വിവാഹം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഒരു ആൺസന്തതിയെ ദൈവം കൊടുത്തു. പേര് ജുവാൻ സാംക്ക് എന്നെ തന്ന. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു 2.25 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺസന്തതിയെ കൊടുത്തു. പേര് മഹിമാ സാംക്ക് എന്നെ തന്ന. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു 3-3.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺസന്തതിയും കൂടെ ദൈവം കൊടുത്തു. പേര് മിലാന സാംക്ക് എന്നെ തന്ന. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പം 3 പിള്ളേരുണ്ട്. ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ പറയും, ഇതും കൊണ്ട് നിർത്തണ്ടാ, കുറഞ്ഞത് 6 വേണം. സ്തോത്രം. ശാപം പിടിച്ച വീട്ടിൽ നിന്ന് പിള്ളേരുണ്ടാവത്തില്ലെന്ന് പറയുന്ന പിശാചേ, ഉദരം ദൈവം തുറക്കുന്ന ദാനമാണ്. സ്തോത്രം. കണ്ടോ, അത്ഭുതത്തോടെ ദൈവം നടത്താൻ തുടങ്ങി. ആ വീടിന്റെ അന്തരീക്ഷം ദൈവം മാറ്റി. ആമേൻ. സ്തോത്രം. സത്യത്തിൽ അവിടെ ഞങ്ങളുടെ സാക്ഷ്യം തുടങ്ങുക. ഇത് പറയണമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. ഇവിടെ വന്നപ്പോൾ ദൈവദാസന്മാർ എന്നോട് ഒരു വാക്കി സാക്ഷ്യം തുടങ്ങണം, ഒന്ന് പറയണം എന്ന് പറഞ്ഞ കാരണത്താൽ ഈ ഭാഗം ഞാൻ അങ്ങ് തൊട്ടെന്നേ ഉള്ളൂ. എനിക്കാണ് എൻ്റെ സാക്ഷ്യം പറയണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ വേണം താനും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വാസത്തിൽ വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് പോകേണ്ട അന്തരീക്ഷം വന്നു. കൊട്ടാരക്കരയ്ക്ക് സമീപം ഓടനാവട്ടം എന്ന് പറയുന്ന ഞങ്ങളുടെ ജന്മദേശം വിട്ട് നാട്ടുകാരൊക്കെ ഞങ്ങൾ ഇറക്കി വിട്ടു. സ്തോത്രം. ആ ഉപദേശിയെ മൃഗീയമായൊക്കെ പീഡിപ്പിച്ച സമയങ്ങളുണ്ട്.
കേട്ടിട്ടുണ്ട്. മതം മാറ്റുന്നവൻ എന്നൊക്കെ പറഞ്ഞ് വലിയ അന്തരീക്ഷങ്ങൾ, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും രണ്ട് ചേരിയായി തിരിഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ആരംഭിച്ച സമയങ്ങൾ. ആ സമയത്ത് ഞങ്ങൾക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. കൊട്ടാരക്കരയിൽ ജനിച്ച ഞാൻ ജില്ലകൾ മാറി വയനാടിന്റെ കാട്ടുപ്രദേശത്തിലേക്ക് ചേക്കേറി. സ്തോത്രം. ഫ്രണ്ടിലോട്ട് നോക്കിയാൽ കൊടുങ്കാടാണ്. ആഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ച സമയങ്ങളുണ്ട്. അപ്പനോട് നല്ല ഹോട്ടലിൽ ബത്തേരി പോകാം, ബത്തേരി പോയി ഫുഡ് മേടിച്ചതാന്ന് പറയുമ്പോൾ അപ്പം പറയും ഏത് ബത്തേരി? ബത്തേരി പോകണമെങ്കിൽ വണ്ടിക്കൂലി വേണ്ടേ? ഇനി വണ്ടിക്കൂലി മാത്രം മതിയോ? ഹോട്ടലിൽ ചെന്ന് സ്വോത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുമോ? ഫുഡിന് പൈസ കൊടുക്കണ്ടേ? അതുകൊണ്ട് ഇവിടെ നിന്നാൽ മതി. പിന്നെ അപ്പൻ ആദിവാസികളോട് പറയും ആമേൻ, അവർ കൊണ്ടുതരും കാട്ടുതേനും പാമ്പറച്ചിക്കൊക്കെ എന്നാ ടേസ്റ്റ് ആയിരുന്നു അറിയാം. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ പിന്നെ ഉപവാസമായിട്ട് ഞാൻ പിന്നെ എല്ലാം പറയുന്നുമില്ല. സ്തോത്രം. അസാധാരണമായി ദൈവം മാനിച്ചു. കാക്കി അയച്ചു മാനിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തമ്പുരാൻ നടത്തി. 3.5 വർഷം ഏലിയാവിനെ പോലെ വയനാടിന്റെ കാട്ടുപ്രദേശത്തിലെ ജീവിതം. എൻ്റെ കൊച്ചുപ്രായമൊന്നും ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല കേട്ടോ. സ്കൂളിൽ പഠിക്കാത്ത പുള്ളിയാണെന്ന് മീറ്റിങ്ങിന് വിളിച്ച്. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായോ? സ്തോത്രം. എൻ്റെ കുഞ്ഞുപ്രായമൊക്കെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കുന്നത്. സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അമ്മൻ എൻ്റെ അമ്മാതാവ് എന്നെ സിലബസ് പഠിപ്പിക്കുന്നത്. ആരോരും അറിയാതെ നാട്ടി വരും, എക്സാം മാത്രം എഴുതും, തിരിച്ചു കയറിപ്പോകും. അങ്ങനായിരുന്നു എൻ്റെ കൊച്ചുപ്രായം. പ്രായത്തിനൊരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് പിന്നെ സ്കൂൾ ജീവിതമൊക്കെ ഓപ്പൺ ആയത്. അമ്മൻ എൻ്റെ മാതാവ് സിലബസ് പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ കാതിനകത്ത് ഓതി തന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാ. അന്ന് തൊട്ട് അകത്ത് കയറിയൊരു കൊതിയാ. തമ്പുരാനെ പ്രസംഗിക്കണം, കർത്താവിന് വേണ്ടി നിൽക്കണം. സ്തോത്രം. അതിനർത്ഥം പഠനമില്ലായിരുന്നെന്നല്ല, നല്ല ജോലി ഉണ്ടായിരുന്നു. ഡിഗ്രി പഠനം കഴിഞ്ഞ് BCom ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഡിഗ്രി പഠനം കഴിഞ്ഞ് പഠനം കഴിയുന്നതിനേക്കാൾ മുമ്പ് നല്ലൊരു ജോലി കർത്താവ് നൽകി. ജോലിക്കകത്തിരിക്കുന്ന നല്ല സാലറി മേടിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞടാ ജോലി വിടാൻ സമയമായി, നിന്റെ മാതാവിനെ വിടുവിച്ച് എന്നെ ഇനി അന്ത്യം വരെ പ്രസംഗിച്ചോണോ. അന്ന് ജോലി കളഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ സകല ബന്ധുക്കളും ചോദിച്ചു ആര് പുലർത്തും, ആര് നോക്കും. അന്നെല്ലാം അകം തിളയ്ക്കുന്ന വിശ്വാസത്തോടെ എൻ്റെ മാതാവും പിതാവും തിരിച്ചു പറഞ്ഞു അയ്യോ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുന്നവനല്ല. അത്ഭുതത്തോടെ പരിശുദ്ധാത്മാവ് നടത്താൻ തുടങ്ങി. തിരിച്ചു 3.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് ഒരു മടങ്ങി വരവാ. സ്തോത്രം. സത്യത്തിൽ ഞാൻ എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഒരു പദം ഇറങ്ങി പറയും. അവിടെ മുതൽ ഞങ്ങളുടെ സാക്ഷ്യം തുടങ്ങുക. സ്തോത്രം. പക്ഷെ എല്ലായിടത്തും ഞാൻ അത്രേ പറയുള്ളൂ. രക്ഷിക്കപ്പെട്ട സിസ്റ്റേ ഞാൻ എല്ലായിടത്തും പറയുള്ളൂ. അവിടെ മുതൽ ഞങ്ങളുടെ സാക്ഷ്യം തുടങ്ങുക. അകലെ ഇവിടെ ഞാൻ ആ ഭാഗം പറഞ്ഞ് അങ്ങനെ അവസാനിപ്പിക്കുക. മറ്റൊരു അവസരത്തിൽ സാക്ഷ്യത്തിൻ്റെ 2ാം ഭാഗം തുടങ്ങാം. ഇനി എന്നെ വിളിക്കുക വെച്ചാൽ ഓക്കെ. സ്തോത്രം. മറ്റൊരു അവസരത്തിൽ സാക്ഷ്യത്തിൻ്റെ 2ാം ഭാഗം തുടങ്ങാം. സ്തോത്രം. അത്ഭുതത്തോടെ ദൈവം നടത്തി. നാട്ടിൽ വന്നിട്ട് എൻ്റെ അപ്പൻ ആദ്യം ചെയ്ത കാര്യം അതും കൂടെ പറഞ്ഞ് ആ ഭാഗം ക്ലോസ് ചെയ്യുക. ശാപം പിടിച്ച വീട് എൻ്റെ അപ്പൻ പണിയാൻ തുടങ്ങി. നാട്ടുകാരെല്ലാം വീണ്ടും വന്നിട്ട് ചോദിച്ചു, രാഷ്ട്രീയ പ്രവർത്തകരായി ഞങ്ങളുടെ നാട്ടിനകത്ത് കൊടികുത്തി വാഴുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ വന്നിട്ട് ചോദിച്ചു, അർജുന സാറേ വീണ്ടും ശാപം വിളിച്ചു വരുത്താൻ വന്നതാണോ? അപ്പം പറഞ്ഞു, മക്കളെ പണ്ട് പറഞ്ഞപ്പോൾ കൂടെ ഒരാളില്ലായിരുന്നടാ, ഇപ്പം കൂടെ ഒരാളുണ്ടെന്ന്. അവർ ചോദിച്ചു ഇപ്പം ഏത് എഞ്ചിനീയറാണ് ഉള്ളതെന്ന്. അപ്പം പറഞ്ഞു എല്ലാ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു എഞ്ചിനീയർ ഉണ്ട്, പുള്ളിക്ക് കൊട്ടേഷൻ കൊടുത്തേക്കുക. അവർ പറഞ്ഞു ഇനി ശാപം. അപ്പം പറഞ്ഞു ഇനി ശാപമല്ലടാ, ഇനി ജീവനും പുനരുത്ഥാനം വ്യാപരിക്കപ്പെടും. വീടിന്റെ പണി മനോഹരമായി പൂർത്തീകരിച്ചു. ആമേൻ. 4-5 റൂമുകൾ ഇറക്കി. 4-5 റൂമുകൾ ഇറക്കിയപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ ഇത് ആഡംബര, ഇത്രയൊന്നും വേണ്ട, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. പണ്ട് ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ ആകെ കൂടെ 3 തലയേ ഉള്ളൂ, 3 തലയേ ഉള്ളൂ, പക്ഷെ വെക്കാൻ 10 തലയണയാ എന്ന് പറഞ്ഞ കണക്ക് ഇത്രയും റൂം നമുക്ക് വേണ്ട. അപ്പം പറഞ്ഞാൽ നമുക്കുള്ളതല്ല, നമ്മുടെ വീട്ടിൽ ഒരു പാസ്റ്ററും കുടുംബവും എപ്പം വന്നാലും താമസിക്കാൻ പറ്റണം. അങ്ങനെ ഒരു ക്രമീകരണം കർത്താവ് നൽകി. എൻ്റെ അപ്പൻ അതിനേക്കാൾ അപ്പുറം ചെയ്തൊരു കാര്യം, വീടിന്റെ ടോപ്പിൽ 150 പേർക്ക് ഇരിക്കാൻ ഒരു പ്രാർത്ഥനാ ടവർ കൂടെ അങ്ങ് പണിതിട്ടേച്ചും കൊടുത്തു. ജാതികളായ പലരും യോഗത്തിൽ വരാൻ തുടങ്ങി. ഒറ്റവാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു യൗവനക്കാരൻ്റെ വഴി തുറന്നാൽ അവൻ്റെ അപ്പനും അമ്മയും ഉന്തിത്തള്ളി ഞങ്ങളുടെ വീട്ടിലോട്ട് വിടും. അർജുന സാറിന്റെ വീട്ടിൽ പോയി പിള്ളേരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു നോക്കിയിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന്. കാരണം ഇന്ന് അവർ അകത്തൊരു ചിന്തയുണ്ട്, അവരുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഉറപ്പിച്ച് ഞാൻ പറയാം, എൻ്റെ മാതാവ് രക്ഷിക്കപ്പെട്ട വാക്കാ ഞാൻ പറഞ്ഞേ. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട വാക്കാ ഞാൻ പറഞ്ഞേ. ഇനി നിങ്ങൾക്ക് ഇനി 10 മിനിറ്റ് അവസരം തന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട സിസ്റ്റം എൻ്റെ തമ്പുരാനെ അങ്ങനെ പറയാൻ തുടങ്ങിയ 7 ദിവസം നമുക്ക് പോരാതെ വരും. സ്തോത്രം. അതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ടൊരു ദിവസം നമുക്കുണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ അടുത്ത വാക്കാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ദൈവ ശബ്ദം. അങ്ങനെ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ. അത് ഓക്കെ, മനോഹരമായിരുന്നു. 6-7 സെക്കൻഡിൽ എൻ്റെ മാതാവ് യേശുവിനെ കൈക്കൊണ്ടത്. ആ വാഴിയുടെ ചുവട്ടിലിരുന്ന കൈക്കൊണ്ട്. പക്ഷേ പ്രശ്നം അതല്ല, കൈക്കൊണ്ടതുപോലെ തന്നെ അവന്റെ കൂട്ടായ്മയിലും നടപ്പി എന്ന് വരെ. സ്റ്റിൽ ടു ഡെത്ത്, മരണം വരെ എന്ത് ചെയ്യണം? ഇനി നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നടന്നാലും പോരാ. ഇനി നമ്മൾ വായിച്ച കുറിവാക്യം വായിച്ചേ, തെസ്സലോനിക്കർ 4:1. ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. നടക്കുന്ന നടത്തം ഇങ്ങനെ കർത്താവ് യേശുവിനെ കൈക്കൊണ്ടതുപോലെ മരണം വരെ, ആ മാനസാന്തരത്തിൽ തന്നെ മരണം വരെ, ആ കണ്ണുനീരിൽ തന്നെ മരണം വരെ നടക്കണം. ഇനി ഇവിടെ നടന്നാലും പോരാ, ആ നടക്കുന്നത് പോലെ തന്നെ ഇനിയും വർദ്ധിക്കണം. ഒരു സ്വത്രം പറഞ്ഞേ, നടക്കാൻ തന്നെ പാടാ. അപ്പൊ പിന്നെ വർദ്ധിക്കണമെന്നും കൂടെ പറഞ്ഞാലോ.
പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഈ സ്ഥലം സഭയോട് പറയുന്നു, ഇങ്ങനെ നടന്നാ പോരാ, ഇതിനകത്തൊന്ന് വർദ്ധിക്കണം. നമുക്ക് ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ നിന്റെ വാക്ക് ഇൻ ക്രൈസ്റ്റ് അങ്ങനെ പോരാ. നീ ക്രിസ്തുവിൽ ഒന്ന് നടക്കുക മാത്രമല്ല, ക്രിസ്തുവിൽ നീ ഒന്ന് വർദ്ധിച്ചു വരികയാണോ? ഇന്നലെ വൈകിട്ട് അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവ് ഈ പദം എന്നോട് എടുത്തു പറയാൻ പറഞ്ഞു. ഞാൻ സഭയെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്, ഇരിക്കുന്നവരെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വസിച്ച് പറയാൻ കഴിയുന്നുണ്ട്, എന്റെ ദൈവം ഇന്ന് പകൽ ഞങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്? ഉറപ്പിച്ച് ഞാൻ പറയാം, ഈ അഭിഷേകം പോരാ നമുക്ക്, ഈ അഭിഷേകത്തെ നമുക്കൊന്ന് വർദ്ധിപ്പിക്കണം. ഈ അന്യഭാഷ പോരാ നമുക്ക്, ഈ അന്യഭാഷകളെ ഒന്ന് വർദ്ധിപ്പിക്കണം. ഈ കൃപ പോരാ നമുക്ക്, ഈ കൃപയെ ഈ കരിസ്മാ ക്രൂസേഡിൽ നമുക്കൊന്ന് ആളി കത്തിക്കണം. ഈ ദൈവ സാന്നിധ്യം പോരാ നമുക്ക്, ഈ ദൈവശക്തിയെ നമുക്കൊന്ന് വർദ്ധിപ്പിക്കണം. ഈ കൃപകളും കൃപാവരങ്ങളും പോരാ നമുക്ക്, ഈ പുതപ്പിന്റെ അഭിഷേകത്തെ നമുക്കൊന്ന് വർദ്ധിപ്പിക്കണം. വിശ്വസിക്കുന്നവരുടെ കൂടെ ശബ്ദമുയർത്തിപ്പറ, ഈ കരിസ്മാ ക്രൂസേഡിൽ എന്റെ അകത്തുള്ള ദൈവശക്തിയെ ഞാനൊന്ന് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. എന്റെ പ്രാർത്ഥനാ മനുഷ്യനെ ഞാനൊന്ന് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. എന്റെ അകത്തുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഞാനൊന്ന് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തിപ്പറ, ഈ മീറ്റിംഗിൽ എന്റെ ദൈവം ചിലരെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ഈ നടത്തം പോരാ, ഇതൊന്ന് വർദ്ധിച്ചു വരികയാണോ? ഒറ്റക്കാര്യം, പഴയ നിയമത്തിനകത്ത് പ്രധാനപ്പെട്ട 3 വർധനവുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ഒന്നാമത്തെ വർധനവ് സഭയോടുള്ള ദൂതാണ്. പഴയ നിയമത്തിൽ ഒന്നാമത്തെ വർധനവ് ജനത്തിന്റെ വർധനവ്. ഒന്നറക്കെ പറയാമോ? ജനത്തിന്റെ വർധനവ്. അത് പൗലോസ് തന്റെ പ്രസംഗത്തിൽ പറയുക. പൗലോസിന്റെ ആദ്യത്തെ മെസ്സേജ്, ആദ്യത്തെ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുക, ഇസ്രായേൽ ജനത്തിന്റെ ദൈവമേ, നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തെന്ന്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അടുത്ത വാക്ക് എനിക്ക് ഇഷ്ടവച്ച, മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ദൈവം ജനത്തെ വർദ്ധിപ്പിച്ചെന്ന്. എന്തുവാ പ്രവാസ കാലഘട്ടം? ജനം വർദ്ധിക്കാൻ സാധ്യതയില്ലാത്ത കാലഘട്ടം, ജനിക്കുന്ന മക്കളെ കൊന്നുകളയുന്ന കാലഘട്ടം, കഠിന വേല ചുമത്തി ഇവര് വർദ്ധിക്കണ്ട എന്ന് പറഞ്ഞ കാലഘട്ടം, നിയമരേഖകൾ എഴുതിയ കാലഘട്ടം, അധികാരികൾ കൽപ്പിച്ച കാലഘട്ടം. പക്ഷെ ബൈബിൾ പറയുക, അതേ പ്രവാസത്തിൽ എന്റെ ദൈവം ജനത്തെ വർദ്ധിപ്പിച്ചെന്ന്. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ സ്ഥലം സഭയോട് ദൈവാത്മാ പറയുന്നു, ഈ ഇരിക്കുന്ന ജനമല്ല, ഈ ജനത്തെ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവര് പറ, എന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇത്രയും ആത്മാക്കൾ ഞങ്ങൾക്ക് പോരാ. ഈ ദേശത്തിൽ അവസാനത്തെ വ്യക്തി പറഞ്ഞ് പുറത്തു വരുവോളോ എന്റെ ദൈവം ചിലതിനെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഏറ്റെടുത്തുകൊണ്ട് നീ ഏത് പ്രവാസത്തിനകത്ത് കിടക്കുന്നോ അവിടെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ഏത് കഠിനവേല നിന്റെ ശിരസിൽ എടുത്തു വെച്ചോ അവിടെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ഈ ദേശത്തിലെ സകല കുട്ടിപ്പിശാചുക്കളും നോക്കി നിൽക്കേ, ഈ ദേശത്തിലെ സകല അന്ധകാര ശക്തികൾ നോക്കി നിൽക്കേ, ഈ ദേശത്തിലെ സകല പൈശാചിക മണ്ഡലങ്ങൾ നോക്കി നിൽക്കേ. അവസാനത്തെ വ്യക്തി പറഞ്ഞ് പുറത്തു വരുമ്പോഴോ ഈ ദേശത്തിനകത്തൊരു വർധനവ് എന്റെ ദൈവം കൊടുക്കുമ്പോൾ ശ്രോത്ര വിശ്വസിക്കുന്നവര് പറ, ഇത്രേ സ്നാനം ഞങ്ങൾക്ക് പോരാ, ഇത്രേ രക്ഷയുടെ വാഗ്ദത്തം ഞങ്ങൾക്ക് പോരാ. ഞങ്ങളുടെ ദൈവ സ്നാനത്തെ വർദ്ധിപ്പിക്കപ്പോ ഞങ്ങളുടെ ദൈവ രക്ഷയുടെ വാഗ്ദത്തങ്ങളെ വർദ്ധിപ്പിക്കുമ്പോൾ സ്തോത്രം. പഴയ നിയമത്തിനകത്ത് ഒന്നാമത്തെ വർധനവ് എന്ന് പറയുന്നത് ജനത്തിന്റെ വർധനവ. പഴയ നിയമത്തിലെ രണ്ടാമത്തെ വർധനവ് എന്ന് പറയുന്ന ആടുമാടുകളുടെ വർധനവ. എന്തു ആടുമാടുകളുടെ വർധനവ്? ശ്രദ്ധിച്ചു കേട്ടോ, അത് ഭൗതികത്തിന്റെ വർധനവ. അയ്യോ ഭൗതികം പ്രസംഗിക്കല്ലേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം, ഭൗതികത്തെ നമ്മൾ നോട്ടമിടുന്നവരല്ല. പക്ഷേ അവന്റെ സന്നിധിയിൽ ഇറങ്ങി തിരിച്ചാൽ ഇതും നൽകി മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആകെ പഴയ നിയമത്തിലെ രണ്ടാമത്തെ വർധനവ് ആടുമാടുകളുടെ വർധനവ്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. റീസൺ അല്ലെങ്കിൽ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ സിമ്പൽ, സൈൻ എന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്ന ആടുമാടുകളുടെ വർധനവ്. തീർന്നില്ല, യോബ് അനുഗ്രഹിക്കപ്പെട്ടു. സിസ്റ്റം, യോബിന്റെ ആടുമാടുകളുടെ വർധനവ്. പഴയ നിയമത്തിനകത്ത് ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ സൈൻ എന്ന് പറയുന്നത് ഭൗതികത്തിന്റെ വർധനവായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ഓട്ടസംഖ്യയിൽ നന്മയിടുന്നത് പോലെ ചോർന്നു പോകാ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ആകെ ഭൗതികത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഒന്നാമത്തെ വർധനവ് ജനത്തിന്റെ വർധനവ്, രണ്ടാമത്തെ വർധനവ് ഭൗതികത്തിന്റെ വർധനവ്. പഴയ നിയമത്തിലെ മൂന്നാമത്തെ വർധനവ് ശ്രദ്ധിച്ചു കേട്ടോണോ. പഴയ നിയമത്തിലെ മൂന്നാമത്തെ വർധനവ് തലമുറകളുടെ വർധനവ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തുവാ തലമുറയുടെ വർധനവ് എന്ന് പറഞ്ഞാൽ 10 മക്കളെ കിട്ടുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഉള്ളതൊന്നേ ഉള്ളെങ്കിലും, ഉള്ളത് 2 ഉള്ളെങ്കിലും അതിന് എത്രത്തോളം ദൈവത്തിന് ഉയർത്താൻ കഴിയുമോ അത്രത്തോളം ദൈവ തലമുറയെ ഉയർത്തുന്നെങ്കിൽ നിന്റെ തലമുറ വർദ്ധിക്കപ്പെട്ടതിന്റെ രഹസ്യമാണത്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി പറഞ്ഞ്, എന്റെ തലമുറകളെ വർദ്ധിപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇരിക്കുന്ന സകല ദൈവമക്കളുടെയും ജനറേഷനുകളെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവരായിരിക്കുന്ന മണ്ണിൽ അവർ പെറ്റുപെരുകാൻ പോകുന്നതിനായി സ്തോത്രം. അവരായിരിക്കുന്ന മണ്ണുകൾ അവരെ കീഴടക്കാൻ പോകുന്നതിനായി യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കപ്പെടാൻ പോകുന്നതിന് ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ വർദ്ധിപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. പഴയ നിയമത്തിലെ 3 വർധനവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വർധനകളിലൊന്ന് പരിശുദ്ധാത്മാവിന്റെ വർധനവ്. അവിടാണ് ശക്തനായ അഭിഷക്തൻ തൂലിക ചലിപ്പിച്ചത്. സ്തോത്രം. മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ താഴ്ത്തണമെന്നല്ല, അത് നീ ജ്വലിപ്പിച്ചു കൊണ്ടുവരണോ. അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു വർധനവിലേക്ക് നീ വരണോ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ ഇന്ന് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നുണ്ട്, നല്ലത്. പക്ഷെ ഈ നടത്തം പോരാ, നിങ്ങൾ നടത്തത്തിൽ വർദ്ധിച്ചു പെരുകണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. 5 അധ്യായങ്ങളാണ് തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി പൗലോസ് എഴുതിയത്. 1-ാമത്തെ അധ്യായത്തിലേക്ക് ഓടി ഞാൻ വരികയാണ്. ചിന്തകൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്, ആമേൻ സ്തോത്രം, അതെ, 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഹൃദയത്തിന്റെ വിഗ്രഹങ്ങളെ ജയിക്കുക. ഹൃദയത്തിന്റെ വിഗ്രഹങ്ങളെ ജയിക്കുക. ആ വാക്കിന്റെ കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഹൃദയത്തിന്റെ, ഉറക്കെ പറഞ്ഞേ, ഹൃദയത്തിന്റെ വിഗ്രഹത്തെ ജയിക്കുക. വിഗ്രഹത്തെ ജയിക്കാനായിരുന്നെങ്കിൽ കൺവെൻഷൻ വേദിയിൽ ജാതികളോട് പ്രസംഗിച്ചാൽ മതി. പക്ഷെ ഇവിടെ പറയുന്നത് ഹൃദയത്തിന്റെ വിഗ്രഹത്തെ എന്ത് ചെയ്യണം? ജയിക്കണം. 1-ാം അധ്യായം ലാസ്റ്റ് വാക്ക് പറയുന്നു, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് എങ്ങനെ തിരിഞ്ഞു എന്ന്. എങ്ങനെ തിരിഞ്ഞു? ഹൃദയം കൊണ്ട് തിരിഞ്ഞു. അപ്പൊ ഈ വിഗ്രഹ സത്യത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്താ. അകൽ ഹൃദയത്തിന്റെ വിഗ്രഹത്തെ എന്ത് ചെയ്യണം? ജയിക്കണം. തമ്പുരാന്റെ കൃപയാൽ പെന്തക്കോസിനകത്ത് കൊത്തി ഉണ്ടാക്കിയൊരു വിഗ്രഹം ഇല്ല, പക്ഷെ ഹൃദയത്തിൽ വിഗ്രഹം ഉണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഞങ്ങളുടെ സഭയില് 21, ഞാൻ പറഞ്ഞല്ലോ ഇതെന്റെ സഭ പോലെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയല. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിനകത്ത് 21 ഡേയ്സ് മീറ്റിംഗ് നടന്നപ്പോൾ 21 ദിവസം 25 പാസ്റ്റർമാരെ ഞങ്ങൾ വിളിച്ചു. 21 ദിവസം 25 പാസ്റ്റർമാരെ വിളിച്ചിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മനോഹരമായി നോട്ടീസൊക്കെ സെറ്റ് ചെയ്തു. അവരുടെ ഫോട്ടോ എല്ലാം അതിനകത്ത് വെച്ചു. കൊട്ടാരക്കര തൊട്ട് പത്തനാപുരം ദേശം വരെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം കൊണ്ടുവന്ന് വെച്ച് നിരത്തി. രാത്രി പിറ്റേ ദിവസം തൊട്ട് എനിക്ക് വിളി വരാൻ തുടങ്ങി, പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു അതെ. ഒരു സഭയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുണ്ട്. മേലിലാണ് നിങ്ങളുടെ സഭയിൽ? ഞാൻ പറഞ്ഞു അതെ. അവിടെ 21 നടക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു നടക്കുന്നുണ്ട്. പാസ്റ്റർ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ പോകുന്നത്? ഞങ്ങൾ ഇന്നെടുത്താ. ഓക്കെ. ഞാൻ പറഞ്ഞു അവിടെ മീറ്റിംഗ് ഇല്ലാത്തപ്പോൾ വാ. സ്തോത്രം. വരുന്നുണ്ട് പാസ്റ്റർ, ഉറപ്പായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ പാസ്റ്റർ എന്നാ പാസ്റ്റേ? ഞാൻ ചോദിച്ചു ഏത് പാസ്റ്ററാ? ആ ഫ്ലെക്സ് ബോർഡിനകത്ത് വലിയ തലയുമായിട്ടിരിക്കുന്ന പാസ്റ്റർ. സ്തോത്രം. അതെന്താ? അദ്ദേഹം ഉള്ളപ്പോഴേ ഞങ്ങൾ വരുവുള്ളൂ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫാൻസായി ഇദ്ദേഹം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമൊക്കെ ടാക്സി വിളിച്ച് വീട്ടിൽ പോയോ? സ്തോത്രം. പക്ക ഹൃദയത്തിന്റെ വിഗ്രഹ. സ്തോത്രം. അദ്ദേഹം പോകുന്നിടത്ത് ഇദ്ദേഹം പോകുള്ളൂ. പക്ക ഹൃദയത്തിന്റെ വിഗ്രഹ. സ്തോത്രം. ചിലക്ക് ഹൃദയത്തിന്റെ വിഗ്രഹം പാസ്റ്റർമാരാ, ചിലക്ക് ഹൃദയത്തിന്റെ വിഗ്രഹം അതല്ല, വസ്ത്രങ്ങളാ മാറി മാറി ഉപയോഗിക്കുന്ന. അവർക്ക് ഇങ്ങനെ ലൂയിസ് ഫിലിപ്പിന്റെയും അലൻ സോളിൻ ഡ്രസ്സുകൾ, ബ്രാൻഡഡ് ഷർട്ടുകൾ മാറി മാറി ഹൃദയത്തിന്റെ വിഗ്രഹമാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. മാന്യമായി വസ്ത്രം ധരിക്കരുതെന്നല്ല, ധരിക്കണം. പക്ഷെ ബ്രാൻഡഡ് ഷർട്ടുകളോട് മാത്രം പ്രേമമുള്ളവരുണ്ട്. ഹൃദയത്തിന്റെ വിഗ്രഹം. ചിലർക്ക് അതൊന്നുമില്ല. പെർഫ്യൂമുകൾ, അവർക്ക് എത്ര മുഷിഞ്ഞ ഡ്രസ് ഇട്ടാലും പ്രശ്നമില്ല, കുളിച്ചില്ലേലും പ്രശ്നമില്ല. പക്ഷെ അവർക്ക് മാറി മാറി ബ്രാൻഡഡ് പെർഫ്യൂമുകൾ ഉപയോഗിക്കണം. പക്ക ഹൃദയത്തിന്റെ വിഗ്രഹം. ചിലർക്ക് ഇതൊന്നുമല്ല, മാറി മാറി ഉപയോഗിക്കുന്ന ഫോണുകളാണ് അവരുടെ ഹൃദയത്തിന്റെ വിഗ്രഹങ്ങൾ. അവർക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് iPhone 16 ആണോ? ഓക്കെ. അത് പറഞ്ഞാൽ അവർക്ക് അപ്പം മേടിക്കണം, അല്ലെ അവർക്ക് മനസ്സെന്തോ അസ്വസ്ഥതയാ. അപ്പൊ അവർക്ക് 15 വേണ്ട, അവർക്ക് 16 മതി. പക്ക ഹൃദയത്തിന്റെ വിഗ്രഹമാണ്. സ്തോത്രം. എന്നാൽ ചിലർക്ക് ഇതൊന്നുമല്ല ഹൃദയത്തിന്റെ വിഗ്രഹം. എപ്പോഴും മന്തി കഴിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവർക്ക് എപ്പോഴും രാത്രി എന്തോ ചെയ്യണം? മന്തി കഴിക്കണം. സ്തോത്രം. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, നിന്റെ ഭക്ഷണം നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് അതെന്താ? ഭക്ഷണം കഴിക്കാനല്ലേ ദൈവം പറയണ്ടേ? ഭക്ഷണം നീ കഴിച്ചോ, പക്ഷെ അത് ഇടർച്ചയാകുന്നെങ്കിൽ, എന്റെ ഭാഷയെ പറഞ്ഞാൽ അത് നിന്റെ അകത്ത് പ്രേമം പോലെ കിടന്നാൽ, വിഗ്രഹം പോലെ കിടന്നാൽ, നിന്റെ തൊണ്ടയ്ക്ക് കത്തി വെക്കുന്നതാ കുറച്ചുകൂടെ നല്ലത്. 1-ാം അധ്യായം പറഞ്ഞ് പഠിപ്പിക്കുന്നു ഹൃദയത്തിന്റെ വിഗ്രഹത്തെ ജയിച്ച് പുറത്തു വരിക. 2-ാം അധ്യായത്തിന്റെ ചിന്തയിലേക്ക് വരാം. 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു ശുശ്രൂഷയുടെ അലസതകളെ ജയിക്കുക. എന്താ? ശുശ്രൂഷയുടെ അലസതകളെ ജയിക്കുക. ഒന്നുകൂടെ പറഞ്ഞേ, ഈ ഉറക്കെ പറഞ്ഞേ. ശുശ്രൂഷയുടെ അലസതകളെ. അത് നിങ്ങളോടല്ല, അത് ഞങ്ങളുള്ള ദൂതാണ്. സ്വതന്ത്രം. ശുശ്രൂഷയുടെ അലസതകൾ. ഇവിടെ ശുശ്രൂഷയുടെ അലസത എന്നതിനേക്കാൾ അപ്പുറം ശുശ്രൂഷയുടെ പ്രാഗൽഭ്യം പൗലോസ് വെളിപ്പെടുത്തുക. 2:9 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ചേ സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട്. അയ്യോ, അപ്പൊ ഈ മനുഷ്യൻ എന്നാ മനുഷ്യനായിരുന്നല്ലേ? പുള്ളി രാവിലെയും വൈകിട്ടും ജോലിയും ചെയ്യും, സുവിശേഷവും പ്രസംഗിക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. സത്യത്തിൽ ഈ വാക്യം വായിച്ചപ്പോഴാണ് പ്രാർത്ഥന റൂമിൽ ഇരുന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് സമ്മതിച്ചൊരു കാര്യം. അത് ചില ശുശ്രൂഷകന്മാരെങ്കിലും സമ്മതിക്കണം. ഞാൻ ദൈവത്തോട് സമ്മതിച്ചു, എൻ്റെ കർത്താവേ, ഞങ്ങൾ ചെയ്യുന്ന ഫുൾ ടൈം ശുശ്രൂഷ അല്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആണോ? സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആൾ ഫുൾ ടൈം ഫുൾ ടൈമാ ചെയ്യുന്നത്. പുള്ളിക്കാരനെ രാവിലെ 6 മണിക്ക് കട തുടങ്ങുക, രാത്രി 10 അടയ്ക്കൂ. പുള്ളി ഫുൾ ടൈമാ ചെയ്യുന്നത്. തട്ടുകടക്കാരൻ ചെയ്യുന്നത് ഫുൾ ടൈം പരിപാടിയാണ്. പുള്ളി രാവിലെ തൊട്ട് പരിപാടി തുടങ്ങും, രാത്രി 12 അടയ്ക്കൂ. തട്ടുകടക്കാരൻ ഫുൾ ടൈമാ ചെയ്യുന്നത്. പക്ഷെ ശുശ്രൂഷകന്മാർ ഫുൾ ടൈമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ.
രാവിലെ 2 മണിക്കൂർ പ്രസംഗിക്കുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീടുകൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നു, പിന്നെ വൈകിട്ട് ഫുഡ് അടിക്കുന്നു, പിന്നെ രാത്രി പ്രസംഗിക്കുന്നു, പോയി കിടന്നുറങ്ങുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. പൗലോസ് തന്റെ ശുശ്രൂഷയുടെ പ്രാഗൽഭ്യം വെളിപ്പെടുത്തുക. രാവും പകലും വേല ചെയ്യുന്നു, അക്കൂട്ടത്തിൽ സുവിശേഷവും പ്രസംഗിക്കുന്നു. അന്ന് വെച്ചാൽ നാളെ എല്ലാവരും കൂടെ കല്ല് ചുമക്കാൻ പോകണമെന്നല്ല, സുവിശേഷ വേലയിലും ഒരു അധ്വാനമുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, അതും ഒരു അധ്വാനം. പക്ഷെ അത് അതിന്റെ ഡെഡിക്കേഷനോടെ ചെയ്യുമ്പോഴാണ് ശുശ്രൂഷയുടെ അലസതയോടെ കെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നേ, പൊട്ടിക്കുന്നേ. ഞാൻ പഠിച്ച ബൈബിൾ സെമിനാർ IPC ഒരു ബൈബിൾ സെമിനാറിൽ വേങ്ങൂരാണ്. സി തോമസ് സാറിന്റെ ബൈബിൾ സെമിനാറിൽ ഞാൻ പഠിച്ചത്. ഫുഡ് കഴിക്കാൻ വേണ്ടി മെസ്സിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ചങ്കിനകത്ത് ഇടിവാള് പാസ് ചെയ്യുന്ന ഒരു വാക്ക് സി തോമസ് സാറ് അതിന്റെ മെസ്സിന്റെ ഫ്രണ്ടിൽ ഈ വാളിനകത്ത് ഭിത്തിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വാക്ക് എങ്ങനെയാ? സ്തോത്രം. അധ്വാനിക്കാൻ മനസ്സില്ലാത്തവൻ കഴിക്കുകയും അരുത്. സ്തോത്രം. അത് കാണുമ്പോൾ മനസ്സിനകത്തോട് ഇടിവാള് പാസ് ചെയ്യുന്നത് പോലെ. സ്തോത്രം. അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ സുവിശേഷ വേലയും ചെയ്യുന്നുണ്ട്. 2-ാം അധ്യായം ശുശ്രൂഷയുടെ അലസതകളെ ജയിക്കുക. 3-ാമത്തെ അധ്യായം പൗലോസ് പറഞ്ഞു പഠിപ്പിക്കുന്നു കൂട്ടായ്മയുടെ ഭിന്നതകളെ ജയിക്കുക. എന്നാ? കൂട്ടായ്മയുടെ ഭിന്നതകളെ ജയിക്കുക. ഇന്ന് രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് കർത്താവിന്റെ ദാസൻ രാജു പാസ്റ്റർ അടുക്ക വന്ന് നിങ്ങൾ ചോദിക്കണം, പാസ്റ്റർ കരിസ്മ ക്രൂസൈഡ് നടക്കല്ലേ? അതെ. ഈ ദിവസങ്ങളിൽ മീറ്റിംഗ് കഴിയുമ്പോൾ പാസ്റ്ററിന്റെ മനസ്സിലെ ആഗ്രഹം എന്നാ? ഈ നാട്ടിൽ നിന്ന് ഒരു 10 കുടുംബം പുതുതായിട്ട് നമ്മുടെ സഭയെ വരണമെന്നാണോ ആഗ്രഹം, അതോ ഉള്ളതൊക്കെ അങ്ങ് ഐക്യതയെ പോകണമെന്നാണോ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, ഒരു നല്ല പാസ്റ്റർ ആണെങ്കിൽ പറയണം, എൻ്റെ അമ്മാമേ 10 കയറി വന്നില്ലേലും സാരമില്ല, ഉള്ളതൊക്കെ എന്ത് ചെയ്താൽ മതി എന്നാ ഐക്യ. കൂടി വരുന്നില്ലേലും സാരമില്ല, കൂടി വന്നാൽ ഭിന്നത ഉണ്ടാകരുത്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇത് 3-ാം അധ്യായത്തിലെ പഠിപ്പീരാണ്. 4-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വരുമ്പോൾ മനസ്സിന്റെ നിരാശകളെ ജയിക്കുക എന്ന കാതലായ ഒരു വിഷയം പറഞ്ഞു പഠിപ്പിക്കുന്നു. മനസ്സിന്റെ നിരാശകളെ ജയിക്കുക. 5-ാം അധ്യായം പാപത്തെ ജയിക്കുക. എനിക്കറിയാം, ഞാൻ 5 അധ്യായം പറഞ്ഞപ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന അമ്മാമയും പിന്നെ ആ സൈഡിലിരിക്കുന്ന മോളും അല്ലാതെ ഈ ഫ്രണ്ടിലിരിക്കുന്ന അച്ചായനും അല്ലാതെ വേറെ ആരും എഴുതുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. സ്തോത്രം. കാരണം നിങ്ങൾക്ക് അത്ര മെമ്മറി കപ്പാസിറ്റി ഉള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ഞങ്ങൾക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല പാസ്റ്ററെ. ഞങ്ങൾ കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യുന്ന കണക്കില്ല. ഈ എഴുതുന്നവർക്ക് മെമ്മറി ഇല്ല, ഞങ്ങൾക്ക് നല്ല മെമ്മറി കപ്പാസിറ്റിയാണ്. പാസ്റ്ററിന് അടുത്ത പ്രാവശ്യം വന്നാലും ഞങ്ങളിത് പറയും. കണ്ടോ, ഇരിപ്പും മുഖത്തിന്റെ ഭാവപ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം എല്ലാം നിങ്ങളുടെ മനസ്സിൽ സ്റ്റോറാ. ഒന്നുകൂടെ എടുത്തു പറയാം. 1-ാം അധ്യായം ഹൃദയത്തിന്റെ വിഗ്രഹത്തെ ജയിക്കുക. 2-ാം അധ്യായം ശുശ്രൂഷയുടെ അലസതകളെ ജയിക്കുക. 3-ാം അധ്യായം മനസ്സിന്റെ നിരാശകളെ ജയിക്കുക. ആമേൻ. 3-ാമത്തെ അധ്യായം ആമേൻ സ്തോത്രം കൂട്ടായ്മയുടെ ഭിന്നതകളെ ജയിക്കുക. 4-ാം അധ്യായം മനസ്സിന്റെ നിരാശകളെ ജയിക്കുക. 5-ാം അധ്യായം പാപത്തെ ജയിക്കുക. 5 അധ്യായത്തിൽ 5 ജയങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന പൗലോസ് 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഈ സഭ നിലനിൽക്കാനുള്ള 3 കൂട്ടം കാര്യങ്ങളെ അവരോട് പറഞ്ഞു പഠിപ്പിക്കുക. 4-ാം അധ്യായം എത്തുന്നതിനേക്കാൾ മുമ്പ് ആ 3 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. അപ്പോഴത്തേക്ക് സമയം പരിസമാപ്തിയിലേക്ക് എത്തും. വളരെ കുറച്ച് മിനിറ്റുകൾ ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഒരു സഭ നിലനിന്നതിന്റെ 3 രഹസ്യങ്ങൾ എടുത്താട്ടെ. 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഈ സഭ നിലനിന്നതിന്റെ 1-ാമത്തെ രഹസ്യക്കൂട് 2-ന്റെ 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം, ഞാൻ പറയുന്ന പേന ഉണ്ടെങ്കിൽ ഒരു അടിവരയിടണം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഒരു സഭ നിലനിന്നതിന്റെ കാര്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം നിങ്ങൾക്കറിയാം. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. 3 ശബത്ത് 3 പ്രസംഗം, 3 ശബത്ത് 3 പ്രസംഗം കൊണ്ട് ആ നാട്ടിനകത്ത് മാന്യന്മാരെല്ലാം യേശുവിനെ അറിഞ്ഞു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അല്ല, രക്ഷിക്കപ്പെട്ടവർക്ക് ബൈബിൾ വിളിച്ച പേരാണ് മാന്യന്മാർ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. തെസ്സലോനിക്ക സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട കൂട്ടത്തിന് ബൈബിൾ വിളിച്ച പേരാണ് മാന്യന്മാർ. അങ്ങനാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്ക് ബൈബിൾ കൊടുക്കുന്ന നല്ല പേരുകളിലൊന്നാണ് മാന്യന്മാർ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈയൊക്കെ കൊടുത്തൊന്ന് ചിരിച്ച് സന്തോഷത്തോടെ പറ, മാന്യനാന്ന് പറ. മാന്യന കേട്ടോ. രക്ഷിക്കപ്പെട്ടില്ലയോ? മാന്യനാന്നേ. സ്തോത്രം. ഇനി അല്ല, ആ നാട്ടിൽ രക്ഷിക്കപ്പെടാത്തൊരു ചെറിയ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവരെ ബൈബിൾ വിളിച്ച പേര് മെനക്കെട്ട് നടക്കുന്നവർ. എന്നാ? എല്ലാ നാട്ടിലും ഈ 2 ഗ്രൂപ്പുണ്ട്, എല്ലാ സഭയിലും ഈ 2 ഗ്രൂപ്പുണ്ട്. മാന്യന്മാരും ഉണ്ട്, മെനക്കെട്ട് നടക്കുന്നവരുമുണ്ട്. സ്തോത്രം. അപ്പൊ ഈ നാട്ടിനകത്ത് 3 ശബത്ത് 3 പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും മാന്യന്മാരെല്ലാം യേശുവിനെ അറിഞ്ഞു. അങ്ങനെ യേശുവിനെ അറിഞ്ഞ ആ കൂട്ടത്തിന്റെ നടുവിൽ പിന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നില്ല. പിന്നെ പൗലോസിനെ അവിടെ നിൽക്കാൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഡീപ്പോർട്ട് ചെയ്ത് വിടുക. ചരിത്രത്തിലേക്ക് പോകുന്നില്ല, ചരിത്രം നിങ്ങൾക്കറിയാം. പൗലോസിനെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, ഡീപ്പോർട്ട് ചെയ്ത് വിട്ടു. നാട്ടുകാർ അല്ലെങ്കിൽ അധികാരികൾ ഡീപ്പോർട്ട് ചെയ്ത് വിട്ടു, നാട് കടത്തി. പിന്നെ പൗലോസിന് അങ്ങോട്ട് എൻട്രി ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ സഭ ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി തന്റെ നീതിപുത്രനെ അയച്ചപ്പോൾ റിപ്പോർട്ട് എടുത്തുകൊണ്ട് വരുന്ന ആ മനുഷ്യൻ പൗലോസിനോട് പറയുന്നു, സഭ ഇന്നുമുണ്ട്. സഭ നിലനിന്നതിന്റെ കാര്യം ഈ വാക്യത്തിൽ പൗലോസ് എഴുതി വെക്കുക. ഞങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ നിലനിന്നത്, ഞങ്ങൾ അന്ന് പ്രസംഗിച്ച ദൈവവചനം ഇപ്പോഴും നിങ്ങളുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാര്യം. എന്തോ വാക്യം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ടായി. ഒരു പാസ്റ്ററിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്ക്, പ്രവചനം പറഞ്ഞ പ്രവാചകൻ മരിച്ചാലോ, അദ്ദേഹത്തിന്റെ ശിരസിൽ വാർദ്ധക്യം പിടിച്ചാലോ,
ആ പറഞ്ഞ വചനത്തിന് ഒരു മാറ്റവും ഇല്ല. അത് നമ്മുടെ നടുവിൽ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുന്നു. എന്നെ നോക്കിയേ, ഞങ്ങളുടെ സഹോദരിമാരിയിരിക്കുന്ന ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവർ ഇച്ചിരി തിക്കായിട്ടായിരിക്കുന്നത്, ഇച്ചിരി ടൈറ്റ് ആയിട്ടായിരിക്കുന്നത്. ഇൻ കേസ് ഒരു പ്രവചന ആത്മാവിൽ ഞാൻ നിറയപ്പെട്ടാലും നിങ്ങളെടുക്കൽ വന്നൊരു ദൂത് പറയണം എന്നിരിക്കൊണ്ട് ഉണ്ടെങ്കിൽ പോലും അതിനുള്ള സാഹചര്യം ഒരു പക്ഷേ ഇച്ചിരി കൺജസ്റ്റഡാ. നിങ്ങളിങ്ങനെ ടൈറ്റ് ആയിട്ടായിരിക്കുന്നത്. സഹോദരന്മാർ അല്പം ടൈറ്റ് ആട്ടാ. അങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന സഹോദരിമാരുടെ നടുവിലൂടെ എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ കഴിയില്ല. ഇല്ല, അതൊരു മാന്യതയല്ല, അങ്ങനെ നടക്കാൻ കഴിയില്ല. അപ്പൊ പാസ്റ്ററായി എനിക്ക് നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരാൻ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ എത്ര ടൈറ്റ് ആയിട്ടിരുന്നാലും, നിങ്ങൾ എത്ര തിക്കായിട്ടിരുന്നാലും, ഈ പറയുന്ന വചനം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ നടുവിലൂടെ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കോ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആ വചനം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകലത്തെ മീറ്റിങ്ങിനകത്തുണ്ടോ? ആ വചനം എന്നെ തട്ടി തലോടി പോകുന്നുണ്ട്. ആ വചനത്തിന്റെ കാറ്റ് എന്റെ ശരീരത്തിനകത്ത് ഞാൻ വീശിയടിക്കുന്നുണ്ട്. ആ വചനത്തിന്റെ മട എന്റെ ശരീരത്തിനകത്ത് ഞാൻ പെയ്തു വീഴുന്നത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ദൈവത്തിന്റെ മക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആ വചനം നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വചനം ചെയ്യുന്ന 4 കാര്യങ്ങൾ അവിടെ നിന്ന് ഞാൻ ഓടിച്ചു പറയാം. ഒന്ന്, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു കേൾപ്പിച്ചോ. അതൊരു ദൂതാണ്. എന്നെടുക്കണം ആ ഭാഗം. പുറപ്പാട് 9-ന്റെ 20-ാമത്തെ വാക്യം. ഫറവോന്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ. വായിച്ചോ. പുറപ്പാട് 9-ന്റെ 20. യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ. പേനുണ്ടെങ്കിൽ ഒരു അടിവരി ഇട്ടു. ഫറവോന്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ. എന്റെ ചോദ്യം, ഫറവോന്റെ ഭൃത്യന്മാർക്ക് വേണ്ടിയിട്ടാണോ യഹോവ വചനം അയച്ചേ? അല്ലെന്നേ. ഫറവോന്റെ ഭൃത്യന്മാർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല തമ്പുര വചനം അയച്ചത് ഇസ്രായേലിന് വേണ്ടി. എന്തോ ഇവിടുത്തെ വചനം കന്മഴയാണ്. കന്മഴ പെയ്യുന്നു, ആകയാൽ വീടുകൾക്കകത്ത് ആടുമാടുകളെ കയറ്റി രക്ഷിക്കുക. പക്ഷെ അത് ഇസ്രായേൽ മക്കൾ ലാഘവത്തോട് കണ്ടു. പക്ഷെ ഫറവോന്റെ ഭൃത്യന്മാർ ആ വചനത്തെ ഭയപ്പെട്ടു. ബൈബിളിൽ കിടക്കുക, ഭയപ്പെട്ട ഫറവോന്റെ ഭൃത്യന്മാർ വചനത്തെ അനുസരിച്ച കാരണത്താൽ അവർ ആടുമാടുകളെ വീടിനകത്ത് കയറ്റി രക്ഷിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ആ വാക്യത്തിൽ ഇത് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാം. ശ്രദ്ധിച്ചോ. വചനം ഒരുത്തൻ ഭയപ്പെട്ടാൽ, വചനം ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ സഭ നിലനിൽക്കും, ശരിയാ. പക്ഷെ വചനം ആ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അനർത്ഥങ്ങളെ ദൈവം ഒഴിച്ചു മാറ്റും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുന്നു. ഇന്ന് പകലേ ഈ കരിസ്മ ക്രൂസൈഡിനകത്ത് പകലും വൈകിട്ടുമായി ചില ദിവസങ്ങൾ ഈ യോഗങ്ങൾ നടക്കുമ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ വചനം എന്റെ കൂടാരത്തിന്റെ അനർത്ഥങ്ങളെ തട്ടിമാറ്റോ. ഈ വചനം എന്റെ ഭവനത്തിന്റെ ചില പ്രതികൂലങ്ങളെ അടിച്ചു മാറ്റോ. ചില രക്തച്ചൊരിച്ചിലുകളെ പോലും ദൈവം അടിച്ചു മാറ്റോ. ഞാനത് പറയുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച ഒരു പ്രവാചക ശബ്ദത്തിൽ ഞാൻ പറയാം, നിങ്ങളുടെ വാഹനത്തിനകത്തിന് സ്ക്രാച്ച് പോലും വരുത്താൻ ഈ ദിവസങ്ങൾ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഈ വഴിത്തലയ്ക്കൽ ഏതെങ്കിലും അനർത്ഥങ്ങൾ പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിനെതിരെ വലിയ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നെങ്കിൽ, വിഷമുള്ളപോലെ അത് ഉയർന്നു നിൽക്കുന്നെങ്കിൽ, ഈ ഹോളിനകത്ത് നിന്ന് ആത്മാവിൽ അതിനെ ശാസിച്ചു പറ, വചനം അനർത്ഥങ്ങളെ ഒഴിച്ചു മാറ്റാൻ പോകുമവിന്. ആ പദം അങ്ങനെ തന്നെ വിശ്വസിക്കുക, അങ്ങനെ തന്നെ വിശ്വസിക്കുക, അങ്ങനെ തന്നെ വിശ്വസിക്കുക. അതിന് പ്രബോധന ശബ്ദമാ. ഇരിക്കുന്ന സകല കുടുംബങ്ങളെയും യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിടുന്നപ്പോ, ഇത് വൈകിട്ടത്തെ മീറ്റുകൾ വരാൻ ആഗ്രഹിക്കുന്നവരുടെ യാത്രകളെ ഞങ്ങൾ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഇവിടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരുടെ യാത്രകളെ ഞങ്ങൾ രക്തം കൊണ്ട് മുദ്രയിടുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന ദൈവമക്കളുടെ വാഹനങ്ങളെ ഞങ്ങൾ രക്തം കൊണ്ട് മുദ്രയിടുന്നു. അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകണം, അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകണം. അതിന് ശക്തി നിന്റെ ഡ്രൈവിംഗിന്റെ ലൈസൻസ് കയ്യിലിരിക്കുന്നത് കൊണ്ടല്ല, വചനത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിനകത്ത് വാഴുന്നത് കൊണ്ട്. ആത്മാവിൽ ഒന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥനയിലേക്ക് വരാൻ പോവുക. എല്ലാവരും ആത്മാവിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് വചനം അനർത്ഥങ്ങളെ ഒഴിച്ചു മാറ്റോ. ഒരു സഭ നിലനിൽക്കണമെങ്കിൽ വചനത്തിന്റെ ശക്തി ആ സഭയ്ക്കകത്ത് വാഴണം. ജീസസ് ലോർഡ്, ദ ഹോളി ലോർഡ്. ഒറ്റ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ചുവാണ്ട പട്ടണത്തിനകത്ത് വെച്ച് നടക്കുന്നൊരു യോഗം. മീറ്റിങ്ങിനകത്ത് വിളിച്ച ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങളുടെ ഹാളിന്റെ ടോപ്പിലത്തെ നിലയുടെ പണി തകൃതിയായി നടക്കുക. അവിടെ വെച്ച് ആരാധന നടക്കുന്നേ. 12 മണിക്കൂർ മീറ്റിംഗാ. ആദ്യത്തെ സെക്ഷൻ വരാവോ പ്രസംഗിക്കാൻ? ഞാൻ പറഞ്ഞ ആദ്യത്തെ സെക്ഷൻ എന്നല്ല, ബാക്കി 2 സെക്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്യാനിരിക്കും. എനിക്ക് 12 മണിക്കൂർ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആവേശമാണ്. സ്തോത്രം. അങ്ങനെ മീറ്റിംഗിൽ പ്രസംഗിക്കാനും ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനും കൂടെ ഞാൻ ആ സ്ഥലത്തേക്ക് എൻട്രി ആയപ്പോൾ എന്റെ ഹൃദയം തകർത്ത് കളഞ്ഞൊരു കാഴ്ച. ഹോളിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, പാതി വഴിയിൽ അവസാനിച്ച് നിൽക്കുക. താഴെ ഒരു ഇടുക്കമായ ഹോളിനകത്തിരുന്ന് അവർ ആരാധിക്കുന്നേ. മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചയായ സമയം ഞാൻ ദൈവദാസനോട് ചോദിച്ചു, അച്ഛാ, നിങ്ങളല്ലോ പറഞ്ഞ ഹോളിന്റെ പണി തകൃതിയായി നടക്കുക, പൂർത്തീകരിച്ചില്ലല്ലോ, എന്തോ പറ്റി? ആ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്ററേ, ഹോളിന്റെ പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ സഭയെ സഹായിക്കുന്നത്, പണിയെ സഹായിക്കുന്നത് മൊത്തം ഞങ്ങളുടെ സഭയിലെ വിശ്വാസികൾ തന്നെ. അവര് തന്നെ മൈക്കാട്, അവര് തന്നെ മേശിരിമാര്. അവിടെ നിർത്തിക്കൊണ്ട് ഞാനൊരു പദം പറയാം, സഭയെ സ്നേഹിക്കുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ആ കൂട്ടത്തിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലകനുണ്ട് പാസ്റ്ററേ. സ്കൂൾ വിട്ടു വരുമ്പോൾ അവൻ നേരെ അവൻ സഭയിലോട്ട് വരും. അവന്റെ കുട്ടി ബാഗ് ഉണ്ടല്ലോ, അഴിച്ച സൈഡ്
സൈഡിലോട്ട് വെക്കും. അവന്റെ യൂണിഫോം ഉണ്ടല്ലോ, അഴിച്ച ബാഗിനകത്തേക്ക് തൂക്കിയിടും. അകത്തിട്ടിരിക്കുന്ന ടീഷർട്ട് ഉണ്ട്, അതിട്ടുകൊണ്ട് അവൻ പണി മൊത്തം സഹായിക്കും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാലകൻ. അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ടവൻ നേരെ വന്നു, അവന്റെ ബാഗ് അഴിച്ചു വെച്ചു, അവന്റെ യൂണിഫോം അടിച്ച് അതിനകത്തേക്ക് തൂക്കിയിട്ടു. ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൻ പണി മൊത്തം സഹായിക്കുക. കമ്പിയെല്ലാം ചുമന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാലകൻ ടോപ്പിൽ കൊണ്ടു കൊടുക്കുക. പണി തകൃതിയായി നടക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ടോപ്പിൽ നിന്നും ഞങ്ങളുടെ ബാലകന്റെ കാലൊന്ന് തെന്നി പാസ്റ്റർ. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ താഴേക്ക് വീഴുകയാണ്. അവന് ഇവിടെ വീണെന്നറിയാമോ? നടുക്കൊരു ടിൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്, കുറുകെ ഒരു ടിൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് വന്ന് അവൻ വന്നു വീണു. ആ ടിൻ ഷീറ്റിന്റെ കൂർത്ത ഭാഗമില്ലേ, അവന്റെ വാരിയിലിനകത്തേക്ക് തുളച്ചിറങ്ങി ചെന്നു. അവന്റെ രക്തം അവന്റെ വാൽവ് പൊട്ടി, രക്തം മൊത്തം ചുറ്റും തളം കെട്ടി നിൽക്കുമ്പോ സകല നാട്ടുകാരും വന്ന് പറഞ്ഞു, കുഞ്ഞു മരിച്ചുപോയി പാസ്റ്റർ, കുഞ്ഞു മരിച്ചുപോയി. ആ നാട്ടിൽ സുവിശേഷ പ്രവർത്തനത്തെ സ്നേഹിക്കാത്ത സകല നാട്ടുകാരും പറഞ്ഞു, കുഞ്ഞു മരിച്ചുപോയി. ഈ വാക്ക് മനുഷ്യൻ കേട്ടപ്പോ ആ സഭയുടെ ലോക്കൽ പാസ്റ്റർ തന്റെ തല ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടൊരു വചനം പറഞ്ഞു, അല്ലല്ലപ്പാ, ജീവന്റെയും മരണത്തിന്റെയും താക്കോൽ അത് മനുഷ്യന്റെ കയ്യിലല്ലല്ലോ, അത് നിന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. ഈ വാക്കങ്ങോട്ട് പറഞ്ഞപ്പോ നാട്ടുകാര് പറയാ, പൊട്ടത്തരം പറയാതെ വാസേ, കൊച്ചിനെ വരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണം സ്ഥിരീകരിച്ചോളാൻ ഒരു ജീപ്പ് വന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബാലകനെ എടുത്ത് ജീപ്പിനകത്തേക്ക് ഇട്ടു. അവൻ ട്രിവാൻഡ്രം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിയുള്ള യാത്ര. ഒരു സ്ട്രക്ചർ വന്നു, ചോരക്കകത്ത് മുങ്ങിക്കിടക്കുന്ന ബാലകനെ എടുത്ത് സ്ട്രക്ചറിനകത്ത് കിടത്തി. സ്ട്രക്ചർ തെള്ളി നിൽക്കുമ്പോ ഡ്യൂട്ടി ഡോക്ടർ ഓടി വന്നു, കുഞ്ഞിന്റെ കൈ ഇങ്ങനെ പിടിച്ചു, പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഒറ്റ സെക്കൻഡ് ഡോക്ടർ കൈ താത്തിട്ടിട്ട് പറഞ്ഞു, എക്സ്ട്രീംലി സോറി, കുഞ്ഞു മരിച്ചിട്ട് അധികം ചില സമയങ്ങളാകുന്നു. എക്സ്ട്രീംലി സോറി, കുഞ്ഞു മരിച്ചിട്ട് അധികം ചില സമയങ്ങളാകുന്നത് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ചെയ്തതുപോലെ തന്റെ തലയെ ചുവരിനകത്തേക്ക് ചോർത്തു പിടിച്ച് ആ മനുഷ്യൻ ശബ്ദമുയർത്തി പറഞ്ഞപ്പോ, ലജ്ജയ്ക്ക് സംഗതി ഒരുക്കാത്തൊരു ദൈവത്തെ ഞങ്ങൾക്കറിയാം, നീ മരണത്തിന്റെ കട്ടഴിക്കുന്നവനല്ലേ. ഈ മനുഷ്യൻ വചനം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യൻ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു, കീപ് സൈലന്റ്, നിശബ്ദമാകാൻ പറ, അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറ. എല്ലാവരും ഒന്ന് നിശബ്ദമായിക്കേ. ഡ്യൂട്ടി ഡോക്ടർ ഉറക്ക കമാൻഡ് പോലെ പറഞ്ഞു, എല്ലാവരും ഒന്ന് കീപ് സൈലന്റ് ആകുക. കൊച്ചിന്റെ അകത്ത് ശ്വാസം തുടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വേഗത്തിൽ ICU ഒന്ന് ഓപ്പൺ ആകണം. ഒരു സർജറി നമുക്ക് അനിവാര്യമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്നൊക്കെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അതേ സഭയിൽ എന്നെ ഒന്നുകൂടെ വിളിച്ചു. ആമേൻ സ്വത്ര പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ആ ദൈവദാസൻ ഒരു ബാലകൻ എന്റെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തി. ആ മനുഷ്യൻ ചോദിച്ചു, പാസ്റ്റർ ഇവനെ അറിയാവോ? ഞാൻ അവനെ ഒന്ന് മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് ഇവനെ കാണുക. ആ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്റർ ഒന്നോട് നോക്കിക്കേ. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം ഇവനെ കാണുകയാണ്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്റേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ബാലകന് വേണ്ടി നമ്മൾ ചങ്ക് കീറി പ്രാർത്ഥിച്ചില്ലേ? ഞാൻ ചോദിച്ചു, ഏതാ മേളിന്ന് വീണ പയ്യനോ? അവനാ പാസ്റ്റർ നിൽക്കുന്നേ. ഞാൻ നോക്കിയപ്പോ ആയുസിനും ആരോഗ്യത്തിനും അവയവങ്ങൾക്ക് കേടില്ലാത്തൊരു തലമുറ. ഇന്ന് പകൽ യോഗത്തിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, വചനത്തിന്റെ ശക്തി ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ അനർത്ഥത്തെ ദൈവം ഒഴിച്ചു മാറ്റുമെന്ന്, പ്രതികൂലത്തെ ദൈവം ഒഴിച്ചു മാറ്റുമെന്ന്, പ്രതിസന്ധികളെ ദൈവം ഒഴിച്ചു മാറ്റുമെന്ന് വിശ്വസിക്കുന്നവര് പറ, വചനം അനർത്ഥങ്ങളെ ഒഴിച്ചു മാറ്റും. ഇനി വാക്യം എടുക്കുന്നില്ല. ആവർത്തന പുസ്തകം 8:4 പറയുന്നു, എടുക്കേണ്ട പോലെ ആവർത്തന പുസ്തകം 8:4 പറയുന്നു, വചനം ജീവിപ്പിക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ശരീരത്തിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഒടുങ്ങുന്ന സകല രോഗത്തിന്റെ കെട്ടുകളെയും അടിവേര് പറിച്ച് ദൂരെ കളഞ്ഞിട്ട് വചനം ശരീരത്തിനകത്ത് ജീവൻ തരുമെന്ന് പറഞ്ഞാൽ ആവർത്തനം 8:4 കൈവച്ചിട്ട് പറ, നീ മനുഷ്യനെ വിഷപ്പിക്കോ, പക്ഷെ വിഷപ്പിക്കുന്നവനെ നീ വചനം കൊണ്ട് ജീവിപ്പിക്കോ. വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്വപ്നം. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്. ലൂക്കോസ് 4-ാം അധ്യായത്തില അവന്റെ വചനം അധികാരത്തോടെ യേശുവിന്റെ വചനം അധികാരത്തോടെയാകിയാൽ ഭൂതങ്ങൾ അവന് കീഴടങ്ങാൻ തുടങ്ങി. വചനം ഒരു സഭയിലുണ്ടെങ്കിൽ പൈശാചിക ശക്തികൾ കീഴി പുറക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? വചനം ഒരു ദേശത്തിനകത്തുണ്ടെങ്കിൽ പിശാചിന്റെ കോട്ടകൾക്ക് അവിടെ സ്ഥാനമില്ല. വചനം അധികാരത്തോടെയാകിയാൽ ഭൂതങ്ങൾ അവന് കീഴടങ്ങാൻ തുടങ്ങി. ശബ്ദമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ബ്യൂട്ടിഫുൾ ഒരു വേർഡ് കൂടെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 8:4 വചനം ചിതറിപ്പോയവർ വചനം സംസാരിച്ചു. ചിതറിപ്പോയവർ വചനം സംസാരിച്ചു. 4-ാം വാക്യം. 8-ാം വാക്യത്തിൽ വന്നപ്പോൾ പറയാം, പട്ടണത്തിന്റെ സമാധാനം തിരിച്ചു വന്നു. വചനം ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ പട്ടണത്തിൽ സ്വസ്ഥത തിരിച്ചു വരും. വചനം ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ, വചനം ഒരു കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് അസ്വസ്ഥതയല്ല വാഴുന്നത്, ആ കുടുംബത്തിനകത്ത് സ്വസ്ഥത വാഴും. വിശ്വസിക്കുന്ന എത്ര ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകലത്തെ മീറ്റിംഗിനകത്തുണ്ട്? അവര് മാത്രം ഇന്ന് പകൽ പറ, വചനം അനർത്ഥങ്ങളെ ഒഴിച്ചു മാറ്റോ. വചനം
ചില ജീവൻ തരൂ, വചനം ചില പുനരുത്ഥാനം തരൂ, വചനം ചില ശക്തികളെ തരൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ശബ്ദമുയർത്തി പറ. കരിസ്മ ക്രൂസേഡിനകത്ത് ദൈവത്തിന്റെ വചനം മുഴങ്ങി കേൾക്കാൻ പോകുകയാണ്. കരിസ്മ ക്രൂസേഡിൽ ഇന്നലെ പകൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഞങ്ങളുടെ യോഗത്തിൽ ഇതാ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി മുഴങ്ങി കേൾക്കാൻ പോകുകയാണ്. പ്രവചനം കേൾക്കുന്നു എന്നതിനേക്കാളും അപ്പുറം ഇതാ വചനത്തിന്റെ ശക്തി മീറ്റിംഗിനകത്ത് മുഴങ്ങി കേൾക്കട്ടെ. അടുത്ത ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് വചന ചില അത്ഭുതങ്ങളെ സഭയിൽ സൃഷ്ടിക്കാൻ പോകുകയാണ്. തെസ്സലോനിക്ക സഭ നിലനിന്നതിന്റെ ഒന്നാമത്തെ കാര്യം വചനം അവരുടെ മേലുണ്ടായിരുന്നു. കണ്ണുകൾ അടച്ചാട്ടെ, സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. കണ്ണുകളെല്ലാം അടച്ച് 1 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു പദം ഞാൻ നിങ്ങളോട് പറയാം. ഈ സഭ നിലനിന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം വചനം ആ സഭയിലുണ്ടായിരുന്നു. 2 മൂന്നാമധ്യായം 10-ാം വാക്യം പറയുന്നു, ആ സഭയിൽ രാവും പകലും ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. എത്ര പേർ ആത്മാവിൽ പറയും രാവും പകലും ഒരു പ്രയർ സെക്ഷൻ, ഒരു പ്രാർത്ഥന സഭയിലുണ്ടെങ്കിൽ ആ സഭ നിലനിൽക്കും. ഈ സഭ നിലനിന്നതിന്റെ മൂന്നാമത്തെ കാര്യം കേട്ടോ, പൗലോസ് പറയുന്നു പകരക്കാരൻ, ഒരു തിമിത്യോസിനെ ഞാൻ അയക്കാൻ പോവാ. ഈ സഭയ്ക്കകത്തൊരു പകരക്കാരനുണ്ടായിരുന്നു. ഇന്ന് പകൽ പുതിയ നിയമസഭയെ പ്രാർത്ഥിക്കുന്ന നിന്റെ പകരക്കാരൻ തിമിത്യോസ് അല്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ പകരക്കാരൻ പാസ്റ്ററോ പ്രവാചകനോ അല്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ പകരക്കാരൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഒരു സഭയിൽ വചനം, ഒരു സഭയിൽ പ്രാർത്ഥനയുടെ അഭിഷേകം, അതേ സഭയിൽ പകരക്കാരൻ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആ സഭ നിലനിൽക്കും. 3 കാര്യങ്ങളെ പറഞ്ഞിട്ട് പൗലോസ് അവരോട് പറയുക, ഒടുവിലെത്തി. 3 കാര്യങ്ങൾ പ്രാപിക്കപ്പെട്ട നിങ്ങൾ ഒടുവിൽ എത്തി. പ്രാർത്ഥനയുടെ അഭിഷേകവും വചനവും പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ച നിങ്ങൾ ലാസ്റ്റ് സ്റ്റേജിലെത്തി. ആകയാൽ ഒടുവിൽ സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ വേണം. എന്താ? നിങ്ങളൊന്ന് വർദ്ധിക്കണം. പക്ഷെ ആ വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രസാദം വേണം. ഒറ്റ വാക്ക്. പഴയ ദൈവത്തിനകത്ത് ശേബാരാജ്ഞി ശലോമോന്റെ കൊട്ടാരം കാണാൻ വന്നപ്പോ ശേബാരാജ്ഞി ശലോമോനോട് പറയുക, ശലോമോനെ, ദൈവം നിന്നെ രാജാവാക്കിയതിന്റെ രഹസ്യം അറിയാമോ? ശലോമോൻ ചോദിച്ചു, അപ്പൻ രാജാവായത് കൊണ്ടാണോ? ശേബാരാജ്ഞി പറഞ്ഞു, നോ 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 നോ, അപ്പൻ രാജാവായി എന്നതിനേക്കാളും അപ്പുറം ദൈവപ്രസാദം നിന്നിൽ കിട്ടിയല്ലോ. തലമുറയ്ക്കകത്ത് ദൈവപ്രസാദമുണ്ടോ? മമ്മി, നിന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും, പപ്പായെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രാജ്യങ്ങൾക്കകത്ത് എൻട്രി ആയില്ലെങ്കിലും, നിന്റെ തലമുറ ഒരു വീട് വെച്ച് തന്നില്ലെങ്കിലും, കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് നിന്റെ തലമുറയിൽ ദൈവപ്രസാദമുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, കൊട്ടാരത്തിന്റെ വാഗ്ദത്തങ്ങൾ കൊട്ടാരത്തിന്റെ വാഗ്ദത്തങ്ങൾ തലമുറയ്ക്കകത്ത് വാഴണമെങ്കിൽ അപ്പൻ രാജാവായത് കൊണ്ട് നടക്കത്തില്ല. ആ കുഞ്ഞിൽ ദൈവപ്രസാദം ഇന്ന് പകൽ വ്യാപരിക്കണം. പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിനോട് ഒരു പ്രവചന ശബ്ദം പറയാൻ പറയുന്നു. മൂവാകേണ്ട പേപ്പർ സമ്മതമായി പ്രാർത്ഥിക്കുന്ന ഒന്നിലധികം പ്രിയപ്പെട്ടവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ചില ഫയൽ കെട്ടുകൾ ഒന്ന് മൂവാകാൻ, ചില ഡോക്യുമെന്റ്സുകൾ ഒന്ന് ചലിക്കാൻ പ്രാർത്ഥിച്ചോ. കണ്ണുകൾ അടച്ചോ. സ്തോത്രം ചൊല്ല. അത് ദൈവനോട് പറയുന്നു, ഭാരതവുമായി ബന്ധപ്പെട്ട പേപ്പറുകളല്ല, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില മൂവ്മെന്റുകൾ, ഡോക്യുമെന്റ്സുകൾ ചലിക്കപ്പെടണം എന്ന് ഹൃദയത്തിൽ അകതാരി ഒരു കൺഫോർമേഷൻ ദൈവം തരുന്നു. ഒരു സെക്കൻഡ്, ഒരു കൺഫോർമേഷൻ ദൈവം തരുന്നു. കഴിഞ്ഞ വർഷത്തിന്റെ ഒക്ടോബർ നവംബർ മാസം തൊട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന അകത്ത് കയറിയ ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ആനന്ദത്തിന്റെ ചില ഫോൺ വിളികൾ യേശുവിന്റെ നാമത്തിൽ അതിനകത്ത് സംഭവിക്കപ്പെട്ടു എന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് കൈമാറ്റം ചെയ്യുന്നു. പ്രാർത്ഥിച്ചു. ഒരു മമ്മിയെ പോലെ തന്നെ ഇരിക്കുന്നൊരു മോള്, ആര് കണ്ടാലും പറയും ഇവള് മമ്മിയും ഇത് മകളുമാണ് എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞ്, 32 വയസ്സധികം പ്രായം. പരിശുദ്ധാത്മാ പറയുന്നു, മമ്മി, സന്തോഷത്തിന്റെ ഒരു വാക്ക് അതിൽ നിന്ന് ജനിക്കാൻ പോകുന്നു. ഒരു ചിത്രം വെളിപ്പെട്ട് വരുന്നത് പോലെ ദൈവം എന്നെ കാണിക്കുക. പ്രവാചക ശബ്ദത്തിൽ ഞാൻ ഈ വാക്ക് അങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കണം എന്നെ മനസ്സിൽ താല്പര്യമുണ്ട്. പക്ഷെ പരിമിതികളിൽ ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുക. പ്രാർത്ഥിച്ചോ. ആനന്ദത്തെ ചില വാക്കുകൾ നീ കേൾക്കാൻ പോകുകയാണ്. എന്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന കൈകളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് മലത്തി പിടിച്ചു പറ. ഒടുവിലെത്തിയപ്പാ,
ചില ദൈവപ്രസാദം ഞങ്ങൾക്ക് വേണം. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാൻ